പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി ആമേനെ ഇന്ന് ഇപ്രകാരം ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച കർത്താവിന്റെ ദാസി സിസ്റ്റർ ലാജി ജനാർദ്ദനൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഉപകാരങ്ങളെക്കുറിച്ചും കഴിഞ്ഞ നാളുകളിൽ പ്രിയ കുടുംബം കടന്നുപോയതായ വ്യത്യസ്തമായ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ കേൾക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ലാജി ജനാർദ്ദനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിന്റെ ദാസി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? ഞാൻ ഇടുക്കി ജില്ലയിലെ രാജാക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഭവനത്തില് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു മോനും ഉണ്ട്. ഇപ്പോൾ കൂടെ ഞങ്ങൾക്ക് 4 മക്കളായിരുന്നു. മൂത്ത മോനെ വിവാഹം കഴിഞ്ഞ് അവൻ പെരുമ്പാവൂരായിരിക്കുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞു. അവരെല്ലാം കട്ടപ്പനയ്ക്കടുത്ത് പുളിയമല എന്ന സ്ഥലത്ത് താമസിക്കുന്നു. പിന്നെ ഒരു മോന് വണ്ടി ആക്സിഡന്റ് മരിച്ചുപോയി. പിന്നെ ഒരു ഇളയ മോൻ ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളിവിടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം മുന്നോട്ട് പോകുന്നതിന് മുന്നമേ സിസ്റ്ററിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ജനിച്ചു വളർന്നതായ സാഹചര്യങ്ങളെ കുറിച്ചും ചുരുക്കം വാചകങ്ങളൊന്ന് പറയാമോ? ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെയാണ് ജനിച്ചു വളർന്ന മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്ത് മന്നവരുതി എന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അമ്മയുടെ വീട് തിരുവല്ലയിലായിരുന്നു. തിരുവല്ലയിലെ കവിർ എന്ന സ്ഥലത്ത്. എൻ്റെ ചാച്ചൻ്റെ വീട് റാന്നിയിലായിരുന്നു. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. എൻ്റെ ചേച്ചിയും എൻ്റെ ഇളയതൊരാങ്ങളെയും. അങ്ങനെയാണ് എൻ്റെ കുടുംബം. ഓക്കെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായിട്ട് സംസാരിക്കാം. ബാല്യകാല സ്മരണകൾ, വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാനിടയായി തീർന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ഓർമ്മകൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായിട്ട് സംസാരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സേവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും എൻ്റെ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ റാന്നിയിലെ ആയിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിച്ചത് റാന്നിയിലെ മന്നൂര് എന്നൊരു സ്ഥലത്താണ്. കാരണം എൻ്റെ അമ്മയും അച്ഛനും വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് വളരെ കഷ്ടതയും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ ചാച്ചനെ ഒരു മദ്യപാനിയായിരുന്നു. അങ്ങനെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ജനിച്ചപ്പോ എൻ്റെ അമ്മയുടെ വീട് എന്ന് പറഞ്ഞത് തിരുവല്ലയിലെ കവിർ എന്ന ദേശത്താണ്. അമ്മയെ റാന്നിയിലെ കെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടും ഭാരങ്ങളും പ്രയാസങ്ങളും ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക്. വളരെ നിന്ദകളും ഒക്കെ കേൾക്കേണ്ട വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആദ്യം ഒരു ചേച്ചി ഉണ്ടായി. അതിനുശേഷം ഞാൻ 2ാമത് ജനിക്കുമ്പോൾ പെൺപിള്ളേരെയാണ് പ്രസവിച്ചിടുന്നതെന്ന് പറഞ്ഞ് എൻ്റെ ചാച്ചന്റെ വീട്ടുകാരെ എൻ്റെ അമ്മയെ ഒരുപാട് നിന്ദവാക്കുകൾ കൊണ്ട് ഒരുപാട് ഉപദ്രവിക്കാനും ഒക്കെ ഇടയായി തീർന്നു. എൻ്റെ ജനനം തന്നെ ഒരു മരത്തിന്റെ ചോട്ടിൽ, ഒരു മാവിന്റെ ചോട്ടിലായിരുന്നു. അപ്പോൾ വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞു കുഞ്ഞുനാളിലെ കാലഘട്ടത്തിൽ വളരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും ഭാരങ്ങളും ഒക്കെ ആയിരുന്നു. കാരണം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം പിന്നെ 2ാമത് പിന്നെ പെണ്ണാണല്ലോ എന്ന് പറഞ്ഞ് വളരെ ഭാരങ്ങള്, നിന്ദകള്, കാരണം അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് വളരെ ഒരു രോഗമുണ്ടായി. അതായത് ഒരു പഴുത്ത വ്രണമായിട്ട് എനിക്ക് പാല് പോലും തരാൻ പറ്റാത്ത അവസ്ഥയില് എൻ്റെ അമ്മ കഞ്ഞിവെള്ളം ഉപ്പിട്ട് എനിക്ക്, അങ്ങനെയാണ് എൻ്റെ ജീവൻ കുഞ്ഞുനാൾ എന്നെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഓരോ ഭാരങ്ങൾ ഇങ്ങനെ കടന്നു വന്നപ്പോ അമ്മ മരണം തന്നെ ആഗ്രഹിച്ചു. കാരണം എന്നെയും കൊണ്ട് പോയി മരിച്ചു കളയാമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അച്ഛന് ഒരു CCA പള്ളിയിലെ പാസ്റ്റർ ആയിരുന്നു. അപ്പൊ അപ്പച്ചന്
ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണുകയാണ് അമ്മ വളരെ വിഷമത്തിൽ കൂടെ പോകുന്നതും ഒരു മരണത്തിന്റെ വക്കിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പച്ചന് അവിടെ നിന്ന് ദർശനം കാണണം. അപ്പൊ അപ്പച്ചനെ അവിടെ നിന്ന് എൻ്റെ അമ്മച്ചി, അതായത് എൻ്റെ അമ്മയുടെ അമ്മയെ പറഞ്ഞു വിടുകയാണ്. റാന്നിയിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് കുറെ നടപ്പുണ്ട്, നടന്നതിന് വന്നെഴുതി വരത്തുള്ളൂ. അപ്പൊ അവിടെ വന്നപ്പം എൻ്റെ അമ്മയുടെ ഈ അവസ്ഥയാണ് കാണുന്നത്. കാരണം ഒരു മൊത്തം പഴുത്ത് വ്രണമായിട്ട് നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റത്തില്ല. ഞാൻ അമ്മയപ്പോ ഇങ്ങനെ മരിക്കാൻ, ആറ്റിൽ ചാടി മരിക്കണം എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ അമ്മച്ചി കടന്നു വരുന്നത്. അമ്മച്ചി അവിടെ വന്ന് 2 ആഴ്ച നിന്നതിന് ശേഷം അമ്മയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അത് സുഖമായതിനു ശേഷം പിന്നെ അമ്മ പറഞ്ഞു, അമ്മയെ വിളിച്ചപ്പം തിരുവല്ലായിട്ട് വാന്ന് പറഞ്ഞപ്പോ അമ്മ പോകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അമ്മയുടെ വീട്ടിൽ തന്നെ അവര് കുറെ സഹോദരങ്ങളുണ്ട്. അന്നേരം അവിടെ ചെല്ലുമ്പോൾ അത് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അമ്മ പോകാതെ അവിടെ തന്നെ ആ ബുദ്ധിമുട്ടും ഭാരവും പ്രയാസവും സഹിച്ച് റാന്നിൽ തന്നെ നിൽക്കാനിടയായി തീർന്നു. അങ്ങനെ എനിക്ക് 3-4 വയസ്സ് ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇളയൊരു സഹോദരനും കൂടെ ഉണ്ടായി. അമ്മ പ്രാർത്ഥിച്ച് ഇനിയും തരുവാണെങ്കിൽ കർത്താവ് ഒരു ആൺകുഞ്ഞിനെ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് എൻ്റെ ഇളയത്, എൻ്റെ 5 വയസ്സിന് ഇളയതാണ് എൻ്റെ സഹോദരന്. അങ്ങനെ എൻ്റെ സഹോദരൻ ജനിപ്പാനിടയായി തീർന്നു. ജനിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ചാച്ചന്റെ മദ്യപാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഭയങ്കരമായി മദ്യപിച്ചിട്ട് വന്ന് എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ച, അതുപോലെ എൻ്റെ ചാച്ചന്റെ അമ്മയും അമ്മയ്ക്ക് വളരെ ഭാരവും പ്രയാസവും ഒക്കെ വരുന്ന വാക്കുകൾ, നിന്ദകളൊക്കെ കേട്ടപ്പോ അവിടെ നിൽക്കാൻ പറ്റാത്ത, കാരണം പലപ്പോഴും ദേഹത്ത് തന്നെ ഉപദ്രവം ചെയ്യുന്നത് കണ്ട് അങ്ങനെ എൻ്റെ അപ്പച്ചൻ പിന്നെയും ഇങ്ങനെ എൻ്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെ ഒരു കാണാൻ, എൻ്റെ അമ്മ ഈ വിഷമങ്ങളൊന്നും എൻ്റെ അപ്പച്ചനോട് പറയത്തില്ല, അമ്മയുടെ അച്ഛനോട് ഇതൊന്നും പറയത്തില്ല. കാരണം അപ്പച്ചൻ വിഷമിക്കുമല്ലോ എന്ന് കണ്ട ഒന്നും പറയത്തില്ല. അങ്ങനെ അപ്പച്ചൻ പിന്നെ ഇങ്ങനെ ഒരു ദർശനം കാണുവാണ്, ഒരു ശവം ഒഴുകി വരുന്നതായിട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട്. അപ്പൊ അപ്പച്ചന് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ പ്രയാസമുണ്ട് എന്ന് ഉള്ളത് വെച്ചിട്ട് അപ്പച്ചൻ പിന്നെയും അവിടെ നിന്ന് അമ്മച്ചിയായിട്ട് അവിടെ റാന്നിയുടെ ദേശത്ത് വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ വളരെ നിരാശപ്പെട്ട്, കാരണം മരിക്കാൻ വേണ്ടി ഞങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടി മരിക്കണം എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പച്ചനും അമ്മച്ചിയും കടന്നു വന്നിട്ട് എൻ്റെ അമ്മയും കൂട്ടി പിന്നെ ഞങ്ങളെയും കൂട്ടി ചെറുപ്പത്തിൽ തന്നെ തിരുവല്ലാട് ദേശത്തോട്ട് കൊണ്ടുപോവുകയാണ്. തിരുവല്ലയിൽ പോകുമ്പോൾ അന്ന് എനിക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ ഇളയ സഹോദരൻ കുഞ്ഞാണ്. അവനെയും കൊണ്ട് ചെന്നതിന് ശേഷം എൻ്റെ അമ്മ അവിടെ ഞങ്ങളെ കൊണ്ട്, ഞങ്ങളുടെ അപ്പച്ചൻ അവിടെ തിരുവല്ലയിലെ കവിരിയുടെ ദേശത്ത് ഒരു ചെറിയ വീട് ഞങ്ങൾക്ക് എടുത്തു തരുവാൻ ഇടയായി തീർന്നു. അപ്പൊ എൻ്റെ ചാച്ചൻ റാന്നി തന്നെ അവിടെ താമസിക്കണം, ചാച്ചൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവിടെ താമസിക്കുന്നു. അപ്പൊ എൻ്റെ അമ്മ ഞങ്ങളെയും കൊണ്ട് പോയതിനു ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീട് അപ്പച്ചൻ എടുത്തു തന്നു. മറ്റുള്ള സഹോദരങ്ങളെ അപ്പച്ചന് വളർത്തണമെന്നല്ലോ എന്ന് വെച്ചിട്ട് അപ്പ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ ബുദ്ധിമുട്ടും ഭാരങ്ങളും ഒക്കെ അമ്മയെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെ വന്നിട്ട് എൻ്റെ അപ്പച്ചൻ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് നിത്യത ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ഇരുന്നിരിപ്പില്ല, നെഞ്ചിനകത്ത് വേദന വന്നിട്ട് എൻ്റെ അപ്പച്ചൻ മരിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് അന്ന് 5 വയസ്സാണെങ്കിലും എൻ്റെ അപ്പച്ചനെ, എൻ്റെ അപ്പച്ചന്റെ ശുശ്രൂഷയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ആ വീടിന്റെ അടുത്ത് തന്നെ എൻ്റെ അമ്മയ്ക്ക് വീടെടുത്ത് കൊടുത്തു, ഒരു ചെറിയ വീടും വാങ്ങിക്കൊടുത്തു. എൻ്റെ അമ്മ അവിടെ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യുവാനിടയായി തീർന്നു. അമ്മ പാറമേടെ പണിക്ക് പോകും. അങ്ങനെ പാറമേടെ മിറ്റിലടിച്ച് ഞങ്ങളെ കുഞ്ഞുനാളിൽ വളർത്തുവാനിടയായി തീർന്നു. എൻ്റെ അമ്മ ഞങ്ങളെ കുഞ്ഞുനാളിൽ വളർത്തുമ്പോൾ തന്നെ ഞങ്ങളെ അമ്മ അവിടെ സൺഡേ സ്കൂളിനൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ചർച്ചിൽ സൺഡേ സ്കൂളിൽ എന്നെ പറഞ്ഞു വിടും. കാരണം ഒരു നുള്ള അരി തന്നിട്ട് സൺഡേ സ്കൂളിന് വേണ്ടി അടുത്ത് തന്നെ വീടിന്റെ തൊട്ടടുത്താണ് അവിടെ പ്രാർത്ഥനയ്ക്കും സൺഡേ സ്കൂളിന് എന്നെ പറഞ്ഞു വിടും. അതിനുശേഷം അമ്മ സഭായുഗത്തിന് വരും. അങ്ങനെ ആത്മീകമായിട്ട് ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം പഠിക്കാനും കർത്താവ് ഒക്കെ എൻ്റെ അമ്മ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളെ ശീലിപ്പാനിടയായി തീർന്നു. കാരണം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്, ഭാരങ്ങളാണ്, പ്രയാസങ്ങളാണ്, കഴിക്കാൻ ഒന്നുമില്ല. പക്ഷെ അമ്മ ശനിയാഴ്ച ജോലി ചെയ്ത് കൊണ്ടുവരുന്നതും കൊണ്ട് ഞങ്ങളെ ഓരോ സാധനം അച്ഛന് പകരമായിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഞങ്ങളെ നടത്തുവാൻ ഇടയായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിനെ എൻ്റെ അമ്മ വീട്ടുകാർ അവരെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനും എൻ്റെ സഹോദരനുമാണ് അമ്മയുടെ കൂടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് വരുന്നു. ഞാൻ ഓരോ ഘട്ടം പഠിച്ച് മുൻപോട്ട് വന്നു. അതിനുശേഷം ഞങ്ങള് 6ലും 7ലും ഒക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് 8ാം ക്ലാസ്സിലായപ്പോൾ ഇതുപോലെ എൻ്റെ ചാച്ചനെ മടങ്ങി വരുവാനിടയായി തീർന്നു. കാരണം ചാച്ചൻ വന്നിട്ട് പറയാനിടയായി തീർന്നു, ചാച്ചന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതിന് ശേഷം ചാച്ചൻ വന്നിട്ട് ഞങ്ങളോട് പറയാനിടയായി തീർന്നു, തിരിച്ചു വാ, റാന്നിയിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പോകാൻ ഒട്ടും മനസ്സില്ല. കാരണം ഒരുപാട് ഉപദ്രവങ്ങളും ഒക്കെ സഹിച്ച് അമ്മ അവിടെ മടുത്തിട്ട് വന്നതാണ്. അതിനുശേഷം അമ്മ പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല എന്ന് പറയാൻ ഇടയായി തീർന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കഷ്ടപ്പാട് കാണാം, അമ്മ ഈ പാറമേട് നല്ല വെയിലത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ചൂട് നമുക്കറിയാം, നമുക്ക് ഇവിടെയാണെങ്കിൽ അങ്ങനെ ചൂട് ഇല്ല, പക്ഷെ നാട്ടിലെ വെയിലത്ത് ഈ മിറ്റിലടിക്കുന്നതൊക്കെ ഞാൻ മിക്കവാറും ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ അമ്മ ഈ പാറമേട് ജോലിക്ക് പോകുന്നത്.
അപ്പൊ ഞാൻ മിക്ക സമയങ്ങളും സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അമ്മയെ സഹായിക്കാറുണ്ട്. അപ്പൊ അമ്മയുടെ ഈ കഷ്ടപ്പാട് എന്റെ ജീവിതത്തിലും വളരെ ഭാരമായി തീർന്നു. കാരണം എന്റെ അമ്മയുടെ പ്രയാസം മാറണേ എന്നൊക്കെ ഞാൻ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എന്റെ ചാച്ചൻ കടന്നു വന്നു കഴിഞ്ഞ സമയത്ത് അമ്മ പോകാൻ മടിച്ചപ്പോ ഞാൻ അമ്മയോട് പറയുവാനിടയായി തീർന്നു, അമ്മേ നമുക്ക് പോകാം, ഞങ്ങളൊക്കെ ആണെങ്കിലും വലുതായല്ലോ, ഇനി പോകാം അമ്മ എന്ന് പറഞ്ഞ് ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ തിരിച്ച് റാന്നിയുടെ ദേശത്ത് അമ്മ ഞങ്ങളെയും കൊണ്ട് വരികയാണ്. അപ്പോഴും എന്റെ ചേച്ചി തിരുവല്ലായിൽ തന്നെ കവിയുടെ ദേശത്ത് അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും എന്റെ ആങ്ങളെയും തിരിച്ച് റാന്നിയിൽ വരുമ്പോ എന്റെ ചാച്ചന് ഒരു മാറ്റവും ഇല്ല. ചാച്ചന്റെ അച്ഛനൊക്കെ മരിച്ചു എങ്കിൽ തന്നെയും ആ കുടുംബ വീട്ടില് ചാച്ചന് എപ്പോഴും മദ്യപിച്ച്, കാരണം ഒരു സുബോധത്തോടെ ഇരിക്കുന്നത് ഞാൻ കാണാറില്ല. എപ്പോഴും മദ്യപിച്ചിട്ട് വന്ന് അമ്മയെ ഉപദ്രവിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പം എന്റെ അടുത്തുള്ള ചേച്ചിമാർ എന്നോട് പറയും, എടി നിന്റെ അമ്മയുടെ തലമുടി പിടിച്ച് വലിച്ചിട്ട് ഈ റോഡിൽ കൂടെ ഇട്ട് വലിക്കുമായിരുന്നു നിന്റെ ചാച്ചൻ എന്ന് പറയാൻ തരും. അപ്പോഴൊക്കെ എനിക്ക് ചാച്ചന് രാത്രി മദ്യപിച്ചിട്ട് വരുമ്പോൾ വളരെ ഭയമാണ്. കാരണം പലപ്പോഴും ഏത് രൂപത്തിലാ വരുന്നതെന്നൊന്നും രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കും, കർത്താവേ, ചെറുപ്രായത്തിൽ അമ്മ കൊണ്ടുപോയി വളർത്തിയപ്പോഴോ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട്, ഭാരങ്ങള്, പ്രയാസം, കഷ്ടതയാണെങ്കിൽ തന്നെയും രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന് ഒരു ഭയമില്ലായിരുന്നു, കിടന്നുറങ്ങാമായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പ്രായമായി വന്നപ്പോൾ വളരെ ഭാരങ്ങള്, കാരണം ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, രാത്രിയുടെ ആമത്തിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അന്നത്തെ വീടെന്ന് പറഞ്ഞത് നല്ല വീടൊന്നും അല്ല, ഒരു ഓലയും കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. പക്ഷെ കുടുംബ വീടാണ് ഞങ്ങളുടെ. അപ്പൊ അതിൽ 2 മുറി, ഒരു തിണ്ണി, അടുക്കളയാണ്. അപ്പൊ ഓലമേഞ്ഞ വീടാണ്, അങ്ങനെ വാതിലൊന്നുമില്ല. അപ്പൊ എന്റെ മാവി ഞങ്ങളുടെ വീട്ടിലാണ് കിടക്കുന്നത്. അങ്ങനെ ചാച്ചന്റെ സ്വഭാവം കണ്ട് എന്റെ അമ്മ ജോലിക്ക് അവിടെ റാന്നിൽ വന്നിട്ട് അമ്മ പണിക്ക് പോകാൻ തുടങ്ങി ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ സ്കൂളിലെ ആവശ്യത്തിന് ഒരു യൂണിഫോം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഒന്നിട്ടിട്ട് വൈകിട്ട് വന്ന് കഴുകിയിട്ട് വേണം പിറ്റേ ദിവസം ഇട്ടുകൊണ്ട് പോകാൻ. അപ്പൊ അന്നും ഇതുപോലെ എല്ലാ കാര്യവും അമ്മ വേണം നടത്താൻ. സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അമ്മ തന്നെ വേണം. ചാച്ചനെ ജോലിക്ക് പോയിട്ട് വന്നാൽ കിട്ടുന്ന പൈസ കൊണ്ട് മദ്യപിക്കുകയാണ് ചാച്ചന്റെ സ്വഭാവം. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് കടന്നു വന്നതിന് ശേഷം ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ചാച്ചന് ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അമ്മ ഒരുപാട് ഉപദ്രവിക്കുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചാച്ചന് അമ്മയെ വാക്കത്തിയാക്കിയിട്ട് വെട്ടാൻ വന്ന സമയത്ത് എന്റെ നേരെ ആ വാക്കത്തെയും കൊണ്ട് വരുവാനിടയായി തീർന്നു. ആ രാത്രി അപ്പൊ ഞാൻ ഒരു 10 മണി 10:30 ആയി കാണും. ആ വാക്കത്തെയും കൊണ്ട് എന്റെ നേരെ വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഓടുവാനിടയായി തീർന്നു. ഞാൻ രാത്രിയുടെ ആകുമ്പോൾ, പക്ഷെ എനിക്ക് തൊട്ടടുത്തൊക്കെ ഞങ്ങളുടെ സ്വന്തക്കാരുടെ വീടുകളാണ്. പക്ഷെ എനിക്കറിയില്ല, എന്നിൽ ദൈവമാണെന്ന് തോന്നി. എന്നെ ഏതോ ഒരു വഴി കൂടെ രാത്രിയുടെ ആമത്തിൽ, ഒരു വെട്ടവാട്ട് ഒന്നുമില്ല, ഞാനിങ്ങനെ ഓടി ഞങ്ങളുടെ വീടിന്റെ ഒത്തിരിയും ദൂരെ ഒരു വീട്ടിൽ ചെന്ന് അഭയം പ്രാപിപ്പാനിടയായി തീർന്നു. അപ്പൊ അവർക്കൊക്കെ എന്നെ നേരത്തെ കണ്ടു ഒരു പരിചയമുള്ളൂ. പക്ഷെ എന്തോ ആ ദൈവത്തിന്റെ ആ ശക്തി എന്നെ ആ വീട്ടിൽ കയറ്റുവാനായിരുന്നു. ഇപ്പൊ ചാച്ചൻ എന്നെ വെട്ടാൻ വേണ്ടി അടുത്തുള്ള വീട്ടിലൊക്കെ സ്വന്തക്കാരെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഞാൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഭയങ്കര മദ്യപാനാണ്. അമ്മ എന്റെ ആങ്ങളെയൊക്കെ ഭയങ്കര കരച്ചിലാണ്, ഞാൻ എവിടെ പോയി എന്നറിയാതെ. അപ്പൊ ഞാൻ ആ രാത്രിയിൽ ആ വീട്ടിൽ അഭയം പ്രാപിച്ചിട്ട് രാവിലെ കയറി വരുവാൻ തീർന്നു. അങ്ങനെ പല രാത്രികൾ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ട്, കാരണം ചാച്ചനെ മദ്യപിച്ചിട്ട് വന്നാൽ എനിക്ക് വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ എന്റെ പുറകിൽ നിന്ന് കല്ലെടുത്തെറിയും. പക്ഷെ ഒരൊറ്റ കല്ലുപോലും എന്റെ ദേഹത്ത് കൊണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും പലരുടെയും വീടുകളിൽ അഭയം പ്രാപിച്ച് എന്നിട്ട് രാവിലെ വന്നിട്ട് സ്കൂളിൽ പോയ അനുഭവം ഉണ്ട്. പക്ഷെ എനിക്ക് വളരെ നിരാശയായിരുന്നു എന്റെ ജീവിതത്തില്. കാരണം അങ്ങനെ ഞാൻ പിന്നെ 10ാം ക്ലാസ്സിലായി. 10 പഠിക്കുന്ന സമയത്തും ഇതേ തന്നെ അനുഭവം. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ദൈവത്തോട് എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നതെന്ന് ചിന്തിച്ച് ജീവിതം മടുത്തിട്ട് ഞാൻ 10ല് ഒരു ഡിസംബർ മാസമാണ്. കാരണം വളരെ ഭാരങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. കാരണം അപ്പോ വീട്ടിലൊരു സമാധാനമില്ല. ചാച്ചൻ എന്നും മദ്യപാനമാണ്. അമ്മ ഇങ്ങനെ ഉപദ്രവിക്കും. അമ്മയും മടുത്തു. കാരണം അമ്മ ഞങ്ങളോട് പറയാനിടയായി തീർന്നു, ഞാൻ തന്നെ ഒരാളെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്നതിനും പഠിക്കുന്നതിനും എല്ലാം വേണം, എന്നെ കൊണ്ടും പറ്റത്തില്ല എന്നിങ്ങനെ പറയാനിടയായി തീർന്നപ്പോൾ ഞാൻ അമ്മയോടും മിണ്ടാതെയായിട്ട് ഒരു 2-3 ദിവസം എൻ്റെ അമ്മയോടും മിണ്ടാതെയായി. വീട്ടിൽ ആരോടും മിണ്ടാതിരുന്നിട്ട് അന്നും എൻ്റെ മാവി ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിടക്കുന്നതാണ്. ഞാനും മാവി ഒരു മുറിക്കകത്താണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് വലിയ വിഷമമായിട്ട് ഞാനിങ്ങനെ തിണ്ണയിലും മറ്റേ ഇരുന്ന് പഠിക്കുമ്പോൾ വിളക്കുമിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പകലിങ്ങനെ ചിന്തിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നില്ല, മരിച്ചു കളയാമെന്നിങ്ങനെ ഞാൻ ചിന്തിപ്പാനിടയായി തീർന്നു. കാരണം ഇവരെല്ലാം കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ അമ്മയുടെ ഒരു സാരി നേരത്തെ എടുത്ത് ഇങ്ങനെ കരുതി വെച്ചിരുന്നു. ഇവരെല്ലാം കിടന്ന മുറിക്കകത്ത് തുടങ്ങിയപ്പോ ഒരു 12 മണിയായപ്പോൾ ഞങ്ങളുടെ മുറ്റത്തൊരു
കാപ്പിമരം ഉണ്ട്, വലിയൊരു മരമാണ്. ഞാനൊരു കസേര കൊണ്ട് ഈ കാപ്പി മരത്തിന്റെ ചോട്ടിൽ കൊണ്ടിട്ട് ഇവരെല്ലാം ഉറങ്ങിയെന്ന സമയം മനസ്സിലായതിനു ശേഷം, കാരണം എനിക്ക് മനസ്സിലായി എന്റെ ചാച്ചനും അമ്മയും മാവിയും എല്ലാം കിടന്നുറക്കമാണ്. ഞാൻ ഈ സമയം നോക്കിയിട്ട് ഈ കസേര കൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിലിട്ടിട്ട് ആ ഒരു സാരി ആ കെട്ടിയിട്ട് ഞാൻ ചാകാൻ വേണ്ടി, ഞാൻ അതുപോലെ മനസ്സും മടുത്തിട്ട്, ജീവിതം മടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ മരിക്കാൻ വേണ്ടി കഴുത്തെ കെട്ടിയതിനു ശേഷം ഈ കസേരയുടെ പുറത്ത് നിൽക്കുക. കസേരയുടെ പുറത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം എന്റെ ജീവിതത്തിൽ എന്ത് തന്നെ കാര്യങ്ങളാണേലും ദൈവം എനിക്ക് എന്തൊരു നന്മ തന്നാലും ഞാൻ ഈ പുറകിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുന്നേ, ഈ കഴുത്തിൽ കെട്ടുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ മരിക്കാൻ പോയി, എനിക്ക് ജീവിതം ഞാൻ മടുത്തു, എനിക്കൊരു സമാധാനമില്ല, എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പഠിക്കാൻ പോലും സാമ്പത്തികം, അമ്മയോട് ചോദിക്കുമ്പോഴിപ്പോഴും അമ്മ ഇങ്ങനെ പറയുന്നു, മറ്റേ അമ്മയായിരുന്നു ഒരു ആശ്രയം, ഇങ്ങനെയൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു വ്യക്തി നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ മുഖം എനിക്ക് കാണാൻ പറ്റത്തില്ല, കാണാൻ ഒട്ടും പറ്റത്തില്ല. പക്ഷെ ഞാൻ കണ്ണടച്ച് നിൽക്കുമ്പോൾ ആ ഒരു രൂപം, ഒരു വെള്ള വസ്ത്രമായിട്ട് ഭയങ്കര ഉയരമുള്ള ഒരു വ്യക്തി ഇങ്ങനെ എന്റെ ഫ്രണ്ട് നിൽക്കുന്നു. അപ്പൊ എന്നോട് പറയാണ്, നീ കഴുത്തിൽ ഇത് കെട്ടരുത്, നീ മരിക്കരുത് എന്നോട് ഇങ്ങോട്ട് പറയാം. അപ്പൊ ഞാൻ പറയാം, ആ വ്യക്തിയോട് ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല, എന്നെ ഇവിടെ ആരാ സ്നേഹിക്കുന്നത്, എന്റെ വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ, എന്റെ ചാച്ചൻ എപ്പോഴും മദ്യപാനമാണ്, ഒരു സമാധാനം, എനിക്ക് വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ആ വ്യക്തിയോട് ഇങ്ങനെ മുഖാമുഖമായിട്ട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം, അപ്പൊ ആ വ്യക്തി എന്നോട് പറയണേ, നിന്റെ തിരുവല്ലയിലെ നിന്റെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ നിന്നോട് സ്നേഹം ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനു മരിക്കുന്നു, അപ്പൊ അവരുടെ അടുത്ത് പോയി, ഇങ്ങനെയൊക്കെ എന്നോട് ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറയില്ല, എനിക്ക് അവരുടെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, എന്റെ അമ്മയുടെ ആക്കിയിട്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല, എനിക്ക് മരിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞാൻ ഈ കസാല തട്ടിക്കളഞ്ഞിട്ട് ഈ കഴുത്തില് എന്റെ ഈ സാരി മുറുക്കിയിട്ട്, പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഈ സമയം കൊണ്ട് എന്റെ ചാച്ചൻ അങ്ങനെ രാത്രിയിൽ മുറ്റത്ത് അങ്ങനെ ഇറങ്ങുന്ന പതിവുള്ളതല്ല. പക്ഷെ അന്നത്തെ ദിവസം എന്റെ ചാച്ചന് പെട്ടെന്ന് മുറ്റത്ത് ഇറങ്ങണമെന്നൊരു ചിന്ത വന്നു. അവിടെ എന്റെ ചാച്ചനൊക്കെ ഉറങ്ങുന്ന കണ്ടിട്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങിപ്പോയത്. 12 മണി കഴിഞ്ഞു, അന്ന് നല്ല നിലാവുള്ള രാത്രിയാണ്. അപ്പൊ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. കാരണം ദൈവത്തിന്റെ വിടുതൽ എന്ന് പറയട്ടെ, ആ ദൂതൻ, എനിക്ക് തോന്നുന്നു അത് എന്നോട് സംസാരിച്ചൊരു ദൈവദൂതൻ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എന്റെ ചാച്ചനെ ചെന്ന് ഉണർത്തിയിട്ട് പെട്ടെന്ന് തന്നെ എന്റെ ചാച്ചൻ ടോർച്ചുമായിട്ട് വെളിയിൽ ഇറങ്ങുവാനിടയായി തീർന്നു. വെളിയിൽ ഇറങ്ങിയപ്പോ എന്റെ ബുക്കൊക്കെ തിണ്ണയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പൊ ചാച്ചൻ നോക്കുമ്പോ, ഞാൻ മറ്റേ പഠിച്ചിട്ട് പോകുമ്പോ ബുക്കൊക്കെ എടുത്ത് ഒരു സ്ഥലത്തിട്ട് മാറ്റി വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ ബുക്ക് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ ചാച്ചൻ മുറിക്കകത്തിട്ട് നോക്കുമ്പോ ഞാനില്ല. കാരണം അന്നൊരു വാതിലെന്ന് പറഞ്ഞ ചെറ്റയാണ്, അതും കൊണ്ട് അടച്ചിട്ട് ചേച്ചൻ അത് നോക്കുമ്പോ എന്റെ മാവി മാത്രമേ അവിടെ ഉള്ളൂ, എന്നെ കാണാനില്ല. അപ്പൊ ചാച്ചൻ ടോർച്ചുമായിട്ട് വെളിയിലോട്ട് നോക്കുമ്പോ കാപ്പി നന്നായിട്ട് കിടന്ന് കുലുങ്ങുന്നു. നോക്കുമ്പോ ഒരു വെള്ള വസ്ത്രം ഇങ്ങനെ, കാരണം അമ്മയുടെ ഒരു വേറെ ഒരു മഞ്ഞ കളർ സാരി ആയിരുന്നു ഞാൻ എടുത്തോണ്ട് പോയത്. ആ സാരി ഈ നിലാവെട്ടത്ത് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു, ഡിസംബർ മാസം. അപ്പൊ അത് നന്നായിട്ട് തന്നെ ചാച്ചൻ നോക്കുമ്പോ ഒരു മരം കിടന്ന് കുലുങ്ങുന്നതും അതിൽ ഒരാൾ തൂങ്ങിക്കിടന്ന് കൈയിട്ട് കാലിട്ട് അടിക്കുന്നതാണ് ചാച്ചൻ കാണുന്നത്. ചാച്ചൻ പെട്ടെന്ന് ഓടി വന്നിട്ട് എന്റെ കാലെ പിടിച്ച് നിർത്തിയിട്ട് അവിടെ കിടന്നുകൊണ്ട് ഒച്ച വെച്ചു അലച്ചു. അമ്മയൊക്കെ വിളിക്കാൻ തുടങ്ങി. അമ്മേനെയും മാവിനെയും വിളിച്ചു, ഓടി വായോ, വാക്കത്തെയും കൊണ്ട് ഓടി വായോ എന്ന് പറയുവാൻ എത്തിയിരുന്നു. അപ്പൊ തന്നെ എന്റെ മാവിയൊക്കെ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് അരുവായോ വാക്കത്തി എടുത്തോണ്ട് വന്നിട്ട് അവിടെ നിന്ന് സാരി വെട്ടിയിട്ട് എന്നെ താഴെ ഇട്ടിട്ട് പെട്ടെന്ന് എന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചു, കഴുത്തിലെ കെട്ട് മാറ്റുവാനിടയായി തീർന്നു. വെള്ളം ഒഴിച്ചപ്പോഴത്തേന് പെട്ടെന്ന് ഞാൻ കൈയും കാലും എല്ലാം ഒക്കെ ഇട്ടായിരിക്കും. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, എന്റെ ചാച്ചനെ അവിടെ പെട്ടെന്ന് കൊണ്ടുവന്നത് കാരണം ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. കാരണം അതല്ല എങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റപ്പെട്ടു പോയതിനാണ്. ഞാൻ ആ പ്രാർത്ഥിച്ച സമയത്ത് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതായത് ഉറങ്ങിക്കിടന്ന വ്യക്തികളെ അവിടെ നിന്ന് ഉണർത്തിക്കൊണ്ട് വന്നിട്ട് എന്റെ ചാച്ചന്, അതിനുശേഷം എന്റെ ചാച്ചൻ മദ്യപിക്കാൻ ഇടയായി തീർന്നില്ല. കാരണം അതെന്റെ ചാച്ചൻ മുഖാമുഖമായി കണ്ടതുകൊണ്ട് ഉള്ളിൽ ഒരു ഭയം തട്ടിയെന്ന് തോന്നുന്നു. അതിനുശേഷം എന്റെ ചാച്ചനെ ശക്തമായിട്ട് പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ പോകാൻ ഇടയായി തീർന്നു. ഞാൻ അന്ന് 10 പഠിക്കുന്ന സമയമാണ്. ഞാൻ അതിനുശേഷം 10 നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും, അതിനുശേഷം ഞാന് എന്റെ അമ്മയ്ക്കും ചാച്ചനും ഒക്കെ വളരെ സ്നേഹത്തോടെ പിന്നെ അവരുടെ ആ സ്നേഹം കണ്ട് വളരുവാൻ ഇടയായിത്തീർന്നു. കാരണം പിന്നെ അവർ വഴക്കില്ലാതെ ഇരിക്കുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. പിന്നെ എനിക്ക് മനസ്സിന് സമാധാനം ലഭിക്കാൻ ഇടയായിത്തീർന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ പിന്നെ എന്റെ അമ്മ എന്നെ സ്കൂളിൽ പഠിത്തതിന് ശേഷം എന്നെ നേഴ്സിങ്ങിന് വിടുവാനിടയായിത്തീർന്നു. അങ്ങനെ നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഞാൻ ഡൽഹിയുടെ ദേശത്തിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി കടന്നു പോവുകയാണ്.
ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തില് എനിക്ക് ഇട്ട് മാറാൻ ഒന്നും ഒരു ഡ്രസ്സൊന്നും ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ഡൽഹിയുടെ ദേശത്ത് കടന്നു പോകുന്നത്. ആ സമയത്ത് കടന്നു പോകുമ്പം ഞാനൊരു ബൈബിൾ എൻ്റെ കയ്യിൽ എടുത്തിരുന്നു. കാരണം ഞാൻ ആ ബൈബിൾ എടുത്തത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ ഇടയെത്തിയിരുന്നു. ഞാൻ ട്രെയിനകത്ത് 3 ദിവസം ഇരുന്ന സമയത്ത് എൻ്റെ ചേച്ചി അന്ന് ഡൽഹിയിലുണ്ട്. അവൾ അവിടെ ഒരു കമ്പനി ജോലി ചെയ്യുവാണ്. തിരുവല്ലയിൽ നിന്ന് കുറച്ച് സഹോദരങ്ങളൊക്കെ ഡൽഹിയിൽ ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അവരവിടെ വന്ന് നിൽക്കും. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഞാൻ തന്നെ എന്തോ ധൈര്യം ദൈവം എനിക്ക് തന്നു. അന്ന് ഞാൻ ഡൽഹിയിൽ കടന്നു പോകുമ്പം അവര് സ്റ്റേഷനിൽ വന്ന് നിന്നു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് ആദ്യം അവര് ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി വാങ്ങി തരുവാൻ ഇടയായി തീർന്നു. ഞാൻ അങ്ങനെ ആ ദൈവത്തിന്റെ വചനവുമായിട്ട് ഡൽഹിയുടെ ദേശത്ത് കടന്നുപോയി. എൻ്റെ എൻ്റെ ചേച്ചി ജോലി ചെയ്യുന്നിടത്ത് ഒത്തിരി ദൂരെയാണ്. പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിലെ ജോലിക്ക് വേണ്ടി ഞാൻ കടന്നുപോയി. അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കാനിരുന്നു. അവിടെ ജോലിക്ക് കടന്നുപോയപ്പോൾ ഞങ്ങളുടെ എന്നെ കൂടാതെ വേറെ 2 നഴ്സുമാരുണ്ട്. പിന്നെ അവിടെ ഒരു ബായി ഉണ്ട്, ഒരു സഹോദരൻ അവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ 2 മാസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ അവിടെ ഒരു പനിയായിട്ട് മരുന്നിന് വേണ്ടി കടന്നു വരികയാണ്. ആ ഹോസ്പിറ്റലിൽ കടന്നു വരിക ആദ്യമായിട്ട്. അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവിടെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ കടന്നു വരുമ്പോ പനിക്ക് ഒരു മരുന്നൊക്കെ വാങ്ങി കടന്നുപോയി. അപ്പൊ അന്നൊന്നും ഇങ്ങനെ ഫോണുകളൊന്നും ഇല്ല, ഈ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഈ ഹോസ്പിറ്റലിലെ ആ ചീട്ടിനകത്ത് ആ ലാൻഡ് ഫോണിന്റെ നമ്പർ ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയതിനു ശേഷം ഒരു 5 മാസം കഴിഞ്ഞ് കാണും തിരിച്ചിങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വിളിപ്പാൻ ഇടയായി തീർന്നു. അപ്പൊ അന്ന് വന്നപ്പോ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ എന്നോടും ചോദിച്ചു എവിടെയാ വീടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ എൻ്റെ ഇവിടെ റാന്നിയില എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ശോഭന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ വീട് പത്തനംതിട്ടയില്ല. അപ്പൊ അവളോടും വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞ ശേഷം പിന്നെയും തിരിച്ച് ഈ നമ്പറിലേക്ക് വിളിപ്പാൻ ഇടയായി തീർന്നപ്പോ ഈ അവിടെ ജോലി ചെയ്യുന്ന ഭാര്യയാണ് ആദ്യം ഈ ഫോൺ എടുപ്പാൻ ഇടയായിരുന്നു. അപ്പൊ ആ സഹോദരനോട് ഇങ്ങനെ പറയാൻ ഇടയായിരുന്നു, ലാജി എന്ന് പറഞ്ഞ സഹോദരിയെ വിളിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ലാജി സിസ്റ്ററെ വിളിക്കുന്നു പറഞ്ഞ കോള് വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ആരും വിളിക്കാറില്ലല്ലോ, കാരണം എന്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ അവിടെയെങ്കിലും ലാൻഡ് ഫോൺ ഇല്ല. പിന്നെ എന്റെ അമ്മയും ചാച്ചനും എനിക്ക് കത്താണ്, അമ്മ കത്തൊക്കെയാണ് അയക്കുന്നത് എപ്പോഴും എന്റെ വിവരം അറിയാൻ വേണ്ടി. അപ്പൊ ഞാനും തിരിച്ചങ്ങോട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ആരും ഫോൺ വിളിക്കാറില്ലല്ലോ, എന്നെ അല്ലായിരിക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ശോഭനയായിരിക്കും വിളിക്കുന്നേ എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരനോട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ ഹിന്ദി അറിയാം. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഇങ്ങനെ ഹിന്ദി കുറേശ്ശെ പഠിപ്പാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ ആ ബായിയോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ എടുത്തിരുന്നു. അല്ല ലാജി സിസ്റ്ററെ തന്നെ വിളിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഞാൻ ചെന്ന് പിന്നെ ഫോൺ എടുപ്പാൻ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഇത് ആരാന്നൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ നേരത്തെ അവിടെ പനിയായിട്ട് വന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ വിളിക്കുന്നേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എന്റെ പ്രിയപ്പെട്ടവനെ 27 വയസ്സുണ്ട്. ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഇല്ല എന്നെ വിളിച്ചേക്കരുത് എന്നിങ്ങനെ പറയാൻ ഇടയായി തീർന്നു. അന്നേരം കുറച്ച് നാളത്തേന് പിന്നെ വിളിച്ചില്ല. പിന്നെയും കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ വിളിപ്പാൻ ഇടയായി തീർന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ എഴുതിയിരുന്നു, ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുമല്ല ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ദാരിദ്ര്യമാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരിയുടെ കല്യാണം കഴിയാതൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ട് ഡൽഹിയിൽ വന്നതേ ഉള്ളൂ. എൻ്റെ അമ്മയും ചാച്ചനും ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നിങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ പറഞ്ഞു എന്റെ വീട്ടിൽ ഒന്നുമില്ല, ഞങ്ങളും പാവങ്ങളെ, ഞാൻ കല്യാണം കഴിക്കുവാണ്, എന്നെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറയാൻ എത്തുന്നു. അങ്ങനെ ഒരു വാക്ക് പറയാൻ എടുക്കുന്നു. അപ്പൊ ഞാൻ പറയാം എന്റെ ചേച്ചി ഇവിടെയുണ്ട്, അവിടെ കല്യാണം കഴിഞ്ഞിട്ട് അത് മതി എന്ന് പറയും. എന്നോട് പറഞ്ഞു ചേച്ചിയെ പോയി കാണാമെന്ന് പറഞ്ഞു. എന്റെ സഹോദരിയെ പോയി കാണുവാൻ ഇടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ട പോയി കണ്ടിട്ട് സഹോദരിയോട് ഇങ്ങനെ പറയാനിടയായി. നാട്ടിലേക്ക് പോയി. സഹോദരി നാട്ടിലേക്ക് പോയതിനു ശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ പിന്നീട് സഹോദരിയോട് ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട ചെന്ന് പറയാൻ ഇടയായി തീർന്നു, എനിക്ക് ലാജിനെ ഇഷ്ടമാണ്, കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ അവള് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ വാ, അതിന് ശേഷം ആട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ നാട്ടിൽ പോകാൻ ഇടയായി തീർന്നു. എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോയി. നാട്ടിൽ പോയതിനു ശേഷം പ്രിയപ്പെട്ടവൻ കണ്ണൂര് പോയി. കണ്ണൂര് പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അവിടെ പറയുവാൻ ഇടയായി തീർന്നതിന് ശേഷം കണ്ണൂരിൽ നിന്ന് വന്ന് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടപ്പാൻ ഇടയായി തീർന്നു. കല്യാണം നടന്നതിന് ശേഷം ഞങ്ങള് തിരിച്ച് ഡൽഹിയുടെ ദേശത്തായിട്ട് തിരിച്ച് കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ വളരെ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തില്, കാരണം ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തീർന്നു. കാരണം ആദ്യം എൻ്റെ കുഞ്ഞുനാളത്ത് വളരെ ഭാരങ്ങളും കണ്ണുനീരിന്റെ അനുഭവമായിരുന്നു. എങ്കിലും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട ഒരു ഹിന്ദു ആയിരുന്നു, അതായത് നമ്പ്യാര് ജാതിയിൽ പെട്ടതായിരുന്നു. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഡൽഹിയിൽ വന്നപ്പോ എന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, ബൈബിള് വായിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം എന്നോട് പറയും ഞാനൊരു ഹിന്ദു അല്ലേ, പിന്നെ നീ എന്തിനാണ് ബൈബിള് വായിക്കുന്നത്,
നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്റെ മതത്തിൽ വിശ്വസിച്ചാൽ മതി എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. പക്ഷേ പ്രിയപ്പെട്ട പിന്നെ ഞാൻ ജോലിക്കും വിടത്തില്ല, നഴ്സിംഗും ജോലിക്കും പോകണ്ട എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്നതിന് ശേഷം ഞാൻ പകല് പ്രിയപ്പെട്ട ജോലിക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾക്ക് ഒന്നിച്ച് എന്റെ യേശുവിനെ അറിയുവാൻ ദൈവം വഴി ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രിയപ്പെട്ട അവധിയുള്ള സമയത്ത് ആ ഡൽഹിയുടെ ദേശത്തുള്ള അമ്പലങ്ങളിലൊക്കെ എന്നെ കൊണ്ട് പോകും. പ്രിയപ്പെട്ട അമ്പലത്തിനകത്ത് കയറി തൊഴാൻ പോകും. പക്ഷെ ഞാൻ അന്നേരം അകത്ത് കയറത്തില്ല, ഞാൻ പുറത്ത് നിൽക്കും. പുറത്ത് നിന്നിട്ട് എന്റെ ഉള്ളിൽ ഞാൻ എന്റെ ദൈവത്തോട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, എന്റെ യേശുവെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് യേശുവിൽ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും എന്റെ ദൈവം വഴി ഒരുക്കണമെന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. എന്റെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. പലപ്പോഴും പല അമ്പലത്തിലും കൊണ്ടുപോകുമ്പോൾ അമ്പലത്തിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഞാൻ പറയും, യേശുവെ ഞങ്ങൾക്ക് യേശുവിനെ ആരാധിപ്പാൻ ദൈവം വഴി ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഫലമായിട്ട് എന്റെ പ്രിയപ്പെട്ടവനെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരുവാൻ ഇടയായി തീർന്നു. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം വളരെ ഞാൻ നാട്ടിലതിന് ശേഷം വരുവാൻ ഇടയായി തീർന്നു. നാട്ടിൽ പ്രസവത്തിന് നാട്ടിൽ വന്നു. തിരിച്ച് കുഞ്ഞിന് 3 മാസമായപ്പോൾ തിരിച്ച് എന്റെ പ്രിയപ്പെട്ടവനെ എന്നെയും കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ ഡൽഹിയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നതിന് ശേഷം ഇതുപോലെ പ്രിയപ്പെട്ടവന് പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം വന്നിട്ട് ആദ്യം മഞ്ഞപ്പിത്തമാണ് വന്നത്. മഞ്ഞപ്പിത്തം വന്നതിന് ശേഷം ആ മഞ്ഞപ്പിത്തം കുറവായതിനു ശേഷം കുറച്ചുനാൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പിന്നെ ജോലിക്ക് കടന്നുപോയി. ജോലിക്ക് കടന്നുപോയതിനു ശേഷമായിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവന് തീർത്തും നടക്കാനൊന്നും മേലാത്ത അവസ്ഥയായി. കാരണം കാലുകൾക്കൊന്നും ബലമില്ലാതെ തീർത്തും അവശതയായിട്ട് വരികയാണ്. അപ്പൊ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് അവര് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരു കുറവുമില്ല. ഓരോ ദിവസം കൂടുന്തോറും പ്രിയപ്പെട്ടവന്റെ അസുഖത്തിന് ഒരു കുറവുമില്ല. ഓരോ ദിവസം കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ വന്നിട്ട് തീർത്തും അവശതയായിട്ട് ഒരു രോഗിയായിട്ട് കട്ടിലിൽ കിടക്കുവാണ്. എഴുന്നേൽക്കാൻ പോലും അല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ വന്നു. ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. എല്ലാം കിടക്കുന്ന കിടപ്പിൽ തന്നെ കിടന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവൻ ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും ഭാരം പ്രയാസം. ഞങ്ങളുടെ കുഞ്ഞും ജനിച്ചു. അവന് 3-4 മാസമായപ്പോ അവന് പാല് കൊടുക്കാൻ ഒന്നും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ആകെ ഞങ്ങൾ അന്ന് വാടകയ്ക്കാണ് ഡൽഹിയിൽ താമസിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. നിരാശ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഞങ്ങളുടെ സ്വന്തക്കാരോ സഹോദരങ്ങളോ ആരും ആദ്യമൊക്കെ അവർ കുറെ ഹെൽപ്പ് ചെയ്തു. പിന്നീട് അവരിൽ നിന്നൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ജോലിയില്ലാതെ ആകെ ഭാരപ്പെട്ട അവസ്ഥയില് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം വഴി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവൻ കേൾക്കത്തില്ല. അതിൽ നിന്നും ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞാൻ എന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്റെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ട് അന്ന് ഞങ്ങൾ ഇങ്ങനെ റൂമില് ഇനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ വന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഒരു ബലം ദൈവം തന്നു. കാരണം ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്ത് ഇനി ഞാൻ ഒരിക്കലും സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തതാണ്. കാരണം എന്റെ ദൈവം ഒരു മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചത് കൊണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു നമുക്ക് ഇനി ജീവിതമേ വേണ്ട എന്ന് എന്നോട് പറയാനിടയായി തീർന്നു. എങ്കിലും എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന ഒരു പകല് ഒരു 2 ദൈവദാസന്മാര് ഞങ്ങൾ താമസിക്കും ഞങ്ങളുടെ റൂമിൽ കടന്നു വരികയാണ്. കാരണം അതിനു മുന്നേ അങ്ങനെ ഒരു ദൈവദാസന്മാര് ഞാൻ അവിടെ എങ്ങും കണ്ടിട്ടില്ല. കാരണം അവര് അവിടെ നാട്ടിൽ നിന്നും വന്നതാണ്. ആ ദേശത്ത് നേരത്തെ അപ്പോൾ കൺവെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ അടുത്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കൂടെ ഞാൻ 1-2 മീറ്റിങ്ങിന് പകല് സംബന്ധിച്ചിട്ടുണ്ട് കൺവെൻഷനിൽ. കാരണം എന്റെ പ്രിയപ്പെട്ട ജോലിക്ക് കടന്നു പോകുമ്പം പറയാതാണ് ഞാൻ കൺവെൻഷന് പോയിട്ടുള്ളത്. അപ്പൊ ആ ചേച്ചിയുടെ വീട്ടിൽ ആ 2 ദേവദാസന്മാർ ചെന്നപ്പം പറഞ്ഞു ഇവിടെ അടുത്ത് വേറൊരു മലയാളി ഫാമിലി താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോ ആ ചേച്ചി പറഞ്ഞു വിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ വളരെ നിരാശയായിട്ടിരിക്കുന്ന അനുഭവമാണ്. ആ ദേവദാസന്മാർ വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവനോട് വചനത്തിൽ കൂടി കുറെ കാര്യങ്ങളെ കർത്താവ് വിടുവിച്ചതും അനേകരെ സൗഖ്യമാക്കിയ കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ടവനോട് പറയുവാൻ തീർന്നു. അപ്പൊ പ്രിയപ്പെട്ടവനൊരു ആ വചനമൊക്കെ കേട്ടതിന് ശേഷം പ്രിയപ്പെട്ടവനും പറഞ്ഞു എനിക്ക് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തരുവാണെങ്കിൽ ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിച്ചോളാം എന്ന് പറയാനിടയിൽ തീർന്നു. അപ്പോൾ ആ ദേവദാസന്മാർ ഇങ്ങനെ പറയുവാൻ തീർന്നു, ഇത് രോഗമല്ല, ഇത് നിങ്ങൾ കർത്താവിനെ അറിയുവാൻ വേണ്ടി തന്നെ ഒരു പരീക്ഷണമാണെന്ന് പറയുവാനായിട്ട് തീർന്നു. ഈ വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിടുതൽ തരുമെന്ന് ആ ദൈവദാസന്മാരെ ശക്തമായിട്ട് ആലോചന പറയുവാനായിട്ട് തീർന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു ഈ രോഗത്തിന് എനിക്ക് വിടുതൽ തരുവാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലെ ഞാൻ വിശ്വസിച്ചേക്കാം എന്ന് പറയുവാനിടയിൽ തീർന്നു. അങ്ങനെ ആ ദേവദാസന്മാര്
എന്റെ പ്രിയപ്പെട്ട ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരാഴ്ചകൾ, കാരണം ബാത്റൂമിലൊക്കെ പോകാൻ പറ്റില്ലായിരുന്നു, കിടന്ന കിടപ്പിലായിരുന്നു, മലവിസർജനം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഒരാഴ്ച കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മെല്ലെ എഴുന്നേറ്റ് നടപ്പാൻ ഇടയായി തീർന്നു. കാരണം ഹോസ്പിറ്റലുകാരൊക്കെ തള്ളിയ രോഗമായിരുന്നു. കാരണം മരുന്നുകളൊന്നും ദേഹത്ത് പിടിക്കത്തില്ലായിരുന്നു, അതുപോലെ ഒരവസ്ഥയായിരുന്നു. അപ്പൊ ഈ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്, കാരണം ദൈവം ഞങ്ങളെ മുന്നമേ കണ്ടിരുന്നു, അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് നടപ്പാൻ ഇടയായി തീർന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ ജോലി ചെയ്യുന്നിടത്ത സ്ഥലത്ത്, കാരണം മലയാളി സഹോദരന്മാരുണ്ട്, അവര് കൊല്ലത്തൊക്കെ ഉള്ള സഹോദരന്മാരുണ്ട്, അവര് ബെന്തിക്കോസ്തിൽ പോകുന്ന പ്രിയ സഹോദരന്മാരാണ് എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവര് ദൈവത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴൊന്നും അവരോടൊന്നും കേൾക്കത്തൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ ദൈവദാസന്മാര് പ്രാർത്ഥിച്ചിട്ട് പോയി, ഒരാഴ്ച കൊണ്ട് വിടുതൽ കിട്ടി. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ചർച്ചിൽ പോകണം, ഇവിടെ അടുത്ത് എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് ഇവിടെ ഒരു IPC ചർച്ച ഉണ്ട് എന്ന് പറയുവാൻ ഇടയിൽ തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ആ ചർച്ചിൽ പോകാൻ ഇടയിൽ തീർന്നു. അവിടെ ആ ചർച്ചിൽ ചെന്നപ്പോ ആ ദേവദാസൻ, അവിടുത്തെ ചർച്ചിലെ ദേവദാസൻ കുടുംബം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഞങ്ങളെ ആത്മീയമായി വളർത്തിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സ്നാനപ്പെടുവാനും ഒക്കെ ഉള്ള ഒരു മുഖാന്തര ചർച്ച ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയിൽ തീർന്നു. അങ്ങനെ ഞങ്ങൾ ആ ചർച്ചിൽ ആരാധനയ്ക്ക് പോകാൻ ഇടയിൽ തീർന്നു. അവിടെ ആരാധനയ്ക്ക് പോയി കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ദൈവദാസി, അതായത് ഒരു ആന്റി ഞങ്ങളുടെ ആത്മാവിലെ ദൈവത്തിന്റെ ആലോചന ഞങ്ങളോട് പറയുവാനിടയായിരുന്നു. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ് എന്ന് ഞങ്ങളുടെ ആലോചന പറയുവാനിടയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ആ ചർച്ചിൽ തന്നെ 7 വർഷം അവിടെ ആ ചർച്ചിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ആദ്യം പോയിക്കൊണ്ടിരുന്നപ്പോ തന്നെ ദൈവം ഞങ്ങളുടെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം തന്നു. കാരണം എന്റെ പ്രിയപ്പെട്ട ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആ കമ്പനിയുടെ മുകളിൽ തന്നെ ആ കമ്പനിയുടെ ഓണർ ഞങ്ങൾക്കൊരു റൂം പണിത് തരുവാനായി തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വാടക കൊടുക്കാതെ തന്നെ അതിന്റെ ആ ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് താമസിക്കാൻ ദൈവം വഴിയൊരുക്കി. അതായത് ഞങ്ങളെ കർത്താവിന്റെ സ്ഥാനത്തേക്ക് ആരാധനയ്ക്ക് കടന്നു പോയപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിത ദൈവം മാറ്റം തരുവാനായി തീർന്നു. ഞങ്ങൾക്ക് വാടക കൊടുക്കാതെ തന്നെ അതിന്റെ അവിടെ താമസിക്കാൻ, ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ എല്ലാ സൗകര്യമായും. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആഫറിനൊക്കെ ഇടുവായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആഫറിനൊക്കെ ഇട്ടുകൊണ്ടാണ് ബെന്തക്കോസ്ത് ആരാധനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിൽ തന്നെയും എന്റെ ദൈവം എന്നോട് ശക്തമായിട്ട് ഇടപെടാൻ ഇടയായി തീർന്നു. കാരണം അതായത് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കാണുകയാണ്. കാരണം ഞങ്ങളെ ഡൽഹിയിൽ ആരാധിക്കുന്ന ഹാളാണ് ഞാൻ കാണുന്നത്. അനേകര് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തില് ഒരു വലിയൊരു വ്യക്തി ഇങ്ങനെ ആ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് ഓരോരുത്തരുടെയും പേരുകൾ വിളിക്കുകയാണ്. ഓരോരുത്തരുടെയും പേരുകൾ വിളിക്കുമ്പോൾ അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്റെ പേരുണ്ടോ എന്ന് ഞാൻ ഓടിച്ചെന്ന് ചോദിക്കുന്നു. അപ്പൊ എന്നോട് ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരുടെ പേരുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം എന്നിങ്ങനെ എന്നോട് പറയുകയാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുവാൻ ഇടയായി തീർന്നു. കാരണം അന്ന് ഞങ്ങൾ സ്നാനപ്പെട്ടില്ല, ചർച്ചിൽ പോകുന്നുണ്ട്, 1 വർഷത്തോളം ചർച്ചിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഞാനൊരു ദർശനം കണ്ടു എന്ന് പറയാനിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിനൊക്കെ എന്റെ പ്രിയപ്പെട്ടവരും സമ്മതിച്ചു, അതെ നമുക്ക് സ്നാനപ്പെടണം എന്ന് പറയാനിരിക്കുന്നു. ഞങ്ങൾ അവിടെ തന്നെ 95 ഞങ്ങളെ ഡൽഹിയിൽ തന്നെ ഞങ്ങളെ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് സ്നാനപ്പെട്ടിട്ട് ആ ചർച്ചിൽ തന്നെ പിന്നെയും 6 വർഷത്തോളം ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. എന്റെ പ്രിയപ്പെട്ടനോടെ ആ ചർച്ചിന് തന്നെ നല്ലൊരു സെക്രട്ടറി ആയിട്ട് സ്ഥാനം ഏൽപ്പാനും ആത്മീയമായിട്ട് ഒത്തിരി ഞങ്ങൾക്ക് മുന്നേറുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് രണ്ടാമത്തെ എന്റെ മോൾ അവിടെ വെച്ച് ജനിപ്പാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ 2000 ഞങ്ങളെ നാട്ടിൽ കടന്നു വരികയാണ്. ഞങ്ങളെ 2000 നാട്ടിൽ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ തിരിച്ച് ഡൽഹിക്ക് കടന്നു പോകാം എന്നുള്ള പ്രതീക്ഷയോടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും അവിടെ നിന്ന് സാധനങ്ങളോ ഒന്നും എടുത്തില്ല. ഈ കുഞ്ഞുങ്ങളുമായിട്ട് മാത്രം ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിൽ കടന്നു വരുമ്പോൾ എന്റെ വീട്ടിലോട്ടാണ് വരുന്നത്. കാരണം എന്റെ പ്രിയപ്പെട്ടവന്റെ നാട്ടിലോട്ട് പോയിട്ടില്ല. കാരണം പ്രിയപ്പെട്ടവന്റെ അവരെ കുടുംബത്തിലെ എന്റെ പ്രിയപ്പെട്ടവനും 2 സഹോദരിമാരുമാണ് ഉള്ളത്. ഇളയ സഹോദരിയാണ് ആ കുടുംബത്തിൽ താമസിക്കുന്നത്. അച്ഛനെയും അമ്മയും നോക്കുന്നത് പ്രിയ സഹോദരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല, എന്റെ വീട്ടിലോട്ടാണ് കടന്നു വരുന്നത്. അന്ന് എന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. 2000 ഞങ്ങൾ നാട്ടിൽ കടന്നു വരുമ്പോൾ എന്റെ വീട്ടിൽ തന്നെയാണ് പിന്നെയും താമസിക്കുന്നത്. അപ്പോ വളരെ ബുദ്ധിമുട്ടും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയി. കാരണം പിന്നെയും പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ശക്തമായിട്ട് ആരാധിച്ചു. എങ്കിലും നാട്ടിൽ കടന്നു വന്നതിന് ശേഷം പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കാരണം കുടുംബ വീട്ടിൽ അമ്മയുണ്ട്, ചാച്ചനുണ്ട്, സഹോദരനുണ്ട്, എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് താമസിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി. അവിടെ പിന്നെയും വഴക്കായി. അങ്ങനെ ഇരിക്കെ ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവന്
പെട്ടെന്ന് എനിക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് റാന്നിയിലോ മേനന്തോട്ടയിലോ ഹോസ്പിറ്റലിലാക്കിയിട്ട് ഈ വീട്ടില് കാരണം ഒന്നിച്ച് താമസിച്ചപ്പോ ചാച്ചന്റെ ഒക്കെ അമ്മയുടെ ഒക്കെ ഒരു സ്വഭാവം കൊണ്ടും ആണ് വളരെ ബുദ്ധിമുട്ടും ഭാരം കൊണ്ടും എന്റെ പ്രിയപ്പെട്ട ഈ വഴക്ക് കാരണം എനിക്കൊരു സുഖമില്ലാതെ വന്നപ്പോ ഹോസ്പിറ്റലിലാക്കിയിട്ട് എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ, അന്ന് എന്റെ മൂത്ത മോന് 5 വയസ്സും മോക്ക് 7 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അപ്പൊ അടുത്ത വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവനെ കണ്ണൂർ അങ്ങ് പോകാൻ തീർന്നു. കാരണം ഞാന് എന്റെ വീട്ടിൽ അപ്പൊ വീട്ടിൽ അമ്മയും ചാച്ചനും ഒക്കെ വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ആങ്ങളെ ഒന്നും വരത്തില്ല, മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ടനെ നോക്കിയിരിക്കുക, ഇപ്പൊ വരുമല്ലോ എന്ന് നോക്കിയിരിക്കുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ആരോ പറയാണ് നിന്നെ കളഞ്ഞിട്ട് പോയി, നിന്നെ കളഞ്ഞിട്ട് പോയി ഇങ്ങനെ പറയുക. അപ്പൊ ഞാനൊരു 5 മണി വരെ നോക്കിയിരുന്നിട്ടും കണ്ടില്ല. കാരണം എന്നോട് പെട്ടെന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് ടെൻഷൻ കൂടുവാനേ തീർന്നു, എനിക്ക് ഭാരം കൂടി. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു ഒക്കെ വളരെ ചിന്തയായി പോയി. അപ്പോട്ട് ഞാൻ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് ഞാൻ ഇവിടുത്തെ പൈസ ഒക്കെ ഞാൻ തന്നേക്കാമെന്നും പറഞ്ഞിട്ട് ആ ആശുപത്രിയിൽ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചെന്റെ വീട്ടിൽ വരുവാൻ വന്നു. വീട്ടിൽ വന്നപ്പോ എന്റെ അടുത്ത വീട്ടിലെ അമ്മമ്മ എന്നോട് പറയാനിട്ടിരുന്നു, രാവിലെ പിള്ളേരെ രണ്ടിനും ഇവിടെ തന്നതാണല്ലോ, അപ്പൊ എന്റെ അടുത്ത് വന്നില്ലേ എന്ന് ചോദിക്കാൻ എടുത്തു. ഞാൻ പറഞ്ഞു ഇല്ല, വന്നില്ല എന്ന് പറയാൻ എടുത്തിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഞാൻ കുഞ്ഞുങ്ങളെ അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് കണ്ണൂർക്ക് അങ്ങ് പോകാൻ തീർന്നു. കണ്ണൂർ അവിടെ ചെന്നിട്ട് അപ്പൊ അവിടെ ചെന്ന് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ഇവിടുത്തെ കാര്യങ്ങൾ പറയാനിടയിൽ തീർന്നു. കാരണം അവരുടെ വീട്ടിലെ വഴക്കാണ്, കാരണം കുടുംബത്തല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പറയാനിടയിൽ തീർന്നു. അങ്ങനെ പോയതിനു ശേഷം ഞാൻ വളരെ ഭാരം, എനിക്ക് വിഷമമായി പോയി. കാരണം ഈ രണ്ട് കുഞ്ഞ് അപ്പൊ ഞാൻ ഈ കല്യാണത്തിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ചാവുമെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ ഇഷ്ടം, എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ നിന്നെ കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 2 കുഞ്ഞുങ്ങളെ തന്നിട്ട് എന്നെ കളഞ്ഞിട്ട് പോയല്ലോ എന്ന് എനിക്ക് വളരെ നിരാശയോ ഭാരവും. കാരണം ദൈവത്തോടെ ഞാൻ അതുപോലെ കരയുവാനിടയായി തീർന്നു. അതായത് ദാവീദിന്റെ ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തില് ദാവീദ് അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കാരണം ദാവീദും തന്റെ ആളുകളും കടന്നു വന്നപ്പോൾ അവിടെ തന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ടുപോയപ്പോ ദാവീദ് ബലമില്ലാതെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഉറക്കെ കരഞ്ഞതുപോലെ ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഉറക്കെ, കാരണം എന്റെ സഹോദരനോ എന്റെ അമ്മയോ എന്റെ ചാച്ചനോ ഒന്നും കാണാതെ തന്നെ, അവരൊന്നും കാണാതെ ഞാൻ ദൈവത്തോട് ഞാൻ വളരെ കരയുവാനിടയായിരുന്നു. അതുപോലെ എനിക്ക് വളരെ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അത്. അപ്പൊ എന്റെ ഈ വിഷമം കണ്ടിട്ട് എന്റെ സഹോദരൻ എന്നോട് പറയാനിടയായിരുന്നു. അവൻ എന്നെ അമ്മാമ്മയെന്ന് വിളിക്കുന്നത്. അവൻ എന്നോട് പറയാൻ തീർന്നില്ല, അജിമാമേ നമുക്ക് കണ്ണൂർക്ക് പോകാമെന്ന് പറയാനിടയായിരുന്നു. അപ്പൊ അവൻ എന്റെ 5 വയസ്സിന് ഇളയതാ. അപ്പൊ ഞാൻ ഈ കണ്ണൂര് 2 പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. ഒന്ന് എന്റെ നാത്തൂന്റെ, അതായത് നാത്തൂന്റെ കല്യാണത്തിനൊന്ന് പോയി. അപ്പൊ എനിക്ക് അങ്ങനെ ശരിക്കുള്ള ഓർമ്മയൊന്നുമില്ല. അന്ന് പോയിട്ട് 1 മാസം മാത്രമേ അവിടെ നിന്നുള്ള പരിചയമുള്ളൂ എനിക്ക്. അപ്പൊ അവിടെ നിന്നപ്പോ അവർ ഓർത്തത് ഞാൻ ഹിന്ദു ആണെന്നാണ് ഓർത്തത്. പക്ഷെ അന്ന് ഞാൻ കണ്ണൂർ പോകുമ്പോ എന്റെ ബൈബിൾ ഉണ്ടായിരുന്നു. എന്റെ ബാഗിൽ നിന്ന് അവർ ബൈബിള് കണ്ടത് കൊണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നത് കൊണ്ട് അവർക്ക് എന്നോട് ഭയങ്കര വിരോധമായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ണൂർ നിൽക്കാൻ അത്ര താല്പര്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ആങ്ങളെയും കൂട്ടി പിന്നെ എന്റെ കസിനായിട്ട് ഒരു ബ്രദറിനെയും കൂട്ടി ഞങ്ങളെ കണ്ണൂർ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാണ്. തളിപ്പറമ്പ് ഞാൻ ചെന്ന് ഇറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ അവിടെ വേറൊരു ബസ്സിനകത്ത് ഇരിപ്പുണ്ട്. കാരണം പ്രിയപ്പെട്ടവൻ കണ്ടു ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് മുഖം തരാതെ അവിടെ നിന്ന് വേറെ പ്രിയപ്പെട്ടവന്റെ, അതായത് അച്ഛന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് മാറി പോവുകയാണ്. അപ്പൊ ഞങ്ങൾ കണ്ടില്ല. അപ്പൊ ഞാൻ കണ്ടില്ല എന്റെ ഹസ്ബൻഡിനെ, പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്നെ കണ്ടു. അപ്പൊ കണ്ടിട്ട് മാറിപ്പോയി. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നു കണ്ണൂര്. കാരണം വീട്ടിൽ ചെല്ലുമ്പോ അവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഇളയ പെങ്ങളുണ്ട്. അപ്പൊ മൂത്ത ചേച്ചി കടന്നു വന്നു. അപ്പൊ മൂത്ത ചേച്ചിയും കടന്നു വന്നപ്പം അപ്പൊ എന്റെ പ്രിയ ഹസ്ബൻഡ് അവിടെ ചെന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവർക്ക് എങ്ങനെയില്ല, അപ്പം എന്റെ ഹസ്ബൻഡിനെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ചിന്ത വന്നു. അപ്പൊ മൂത്ത ചേച്ചി എന്നോട് പറഞ്ഞു, പോയിക്കോ, അങ്ങ് വീട്ടിൽ റാന്നിൽ പോയി നിന്നോ, കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ചെലവിന് തന്നേക്കാം, എനിക്കുള്ള ചെലവിന് തന്നേക്കാം. അപ്പോ ജനാർദ്ദനൻ ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഗൾഫിൽ കൊണ്ടുപോയിക്കോളാം. അപ്പൊ എന്റെ ഹസ്ബൻഡ് വീട്ടുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല
അങ്ങനെ ബുദ്ധിമുട്ടോ ഭാരങ്ങളോ ഒന്നുമില്ല, എല്ലാ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറയാനിടയ്ക്ക് വന്നു, നിങ്ങൾ ഗൾഫിൽ കൊണ്ടുപോയിക്കോളാം, അപ്പോൾ എനിക്ക് മാസം ചെലവിന് കാശ് തരാമെന്ന് പറയാനിടയ്ക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ ചേച്ചിയോട് പറയാനെടുത്തു, ചേച്ചി എനിക്ക് പൈസയല്ല കാര്യം, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് അച്ഛനാണ് അത്യാവശ്യം, എനിക്ക് പൈസയല്ല എനിക്ക് ആവശ്യമെന്ന് ഞാൻ പറയാനിടയ്ക്ക് വന്നു. അപ്പൊ ആ ചേച്ചി എന്റെ വാക്ക് കേട്ടോണ്ട് എന്റെ മുഖത്തോട്ട് കുറച്ചു നേരം നോക്കിയിട്ട് പിന്നീട് എന്റെ ഹസ്ബൻഡിനെ പോയടത്തുനിന്ന് വിളിപ്പാനിടയായി തീർന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിപ്പാനിടയായി തീർന്നിട്ട് ചേച്ചി പറയുവാനിടയായി തീർന്നു, എന്റെയും കുഞ്ഞുങ്ങളുടെയും കൂടെ തിരിച്ചു പോക്കോ, റാന്നിക്ക് പോവാൻ പറയാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ കടന്നു വരുവാനിടയായി തീർന്നു. വന്നതിന് ശേഷം എന്റെ ചാച്ചന് എനിക്ക് 3 സെന്റ് സ്ഥലം എനിക്ക് വീതം തരുവാനിടയായി തീർന്നു. ആ 3 സെന്റ് സ്ഥലത്തിനകത്ത് ഞങ്ങള് 2001 ഒരു വീട് വെപ്പാനിടയായി തീർന്നു. ചെറിയൊരു വീട് വെക്കുവാനും അതിനകത്ത് ഞങ്ങൾ താമസിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ താമസിച്ചതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട, കാരണം ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകാതെ വളരെ ബുദ്ധിമുട്ടില് പുറകോട്ട് പോകാനിടയായി തീർന്നു. ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നതിന് ശേഷം 2001 പിന്നെയും പുറകോട്ട് പോകുന്ന അവസ്ഥയാണ് വന്നത്. അതിന്റെ ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് പിന്നെ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ കടന്നു പോകാൻ ദൈവം മുഖാന്തരം ഒരുക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട മേസ്ത്രിമാരോട് ജോലിക്ക് കടന്നു പോകാനിടയായിരുന്നു. അങ്ങനെ 2002 ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ ദൈവം തരുവാനിടയായിരുന്നു. ഒരു മോൻ ജനിച്ചു, അവന്റെ പേര് ജിബിൻ എന്നായിരുന്നു. അവനെ ഞങ്ങള് ജിബിന് പേരിട്ടു എങ്കിൽ തന്നെയും അവന് 20 വയസ്സ് വരെ ഞങ്ങൾ അവനെ കുട്ടാപ്പി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ മോനാണ് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. അപ്പൊ ആ മോൻ ഞങ്ങൾക്ക് 2002 ദൈവം തന്നു. അതിനുശേഷം അപ്പൊ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോ എന്നോട് ഒരു ആന്റി പറയുമായിരുന്നു, ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 4 മക്കളെ ദൈവം തരുമെന്ന്, 4 മക്കളെ തരുമെന്നും പറഞ്ഞു. എന്റെ കല്യാണം ദൂരെ നിന്നാണെന്നും ഒരു ആലോചന എന്നോട് ചെറുപ്രായത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്ക് ഒരു ആന്റി എന്നോട് ആലോചന. പക്ഷെ ഞാൻ അന്ന് അതൊക്കെ തള്ളിക്കളഞ്ഞായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്റെ വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളെ തന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരണം എനിക്ക് 3ാമതൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം പിന്നെ ഞങ്ങള് അവിടെ അടുത്ത് തന്നെ ഒരു മുക്കട എന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക്, ഒരു IPC ചർച്ചിൽ തന്നെ ഞാനും എന്റെ പ്രിയപ്പെട്ടവനും കൂടെ ആരാധിക്കും പ്രാർത്ഥനയ്ക്കും കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോഴും ഞങ്ങളുടെ ഉള്ളില് വളരെ ആഗ്രഹമുണ്ട്, ദൈവത്തിന്റെ വചനം പഠിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും ഭയങ്കര തടസ്സമായിരുന്നു. കാരണം ജോലി ചെയ്താലേ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഭാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജോലിക്ക് വേണ്ടി കടന്നു പോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കെ 2023 എനിക്ക് ദൈവം 4ാമതൊരു കുഞ്ഞിനെയും കൂടെ എനിക്ക് തരുവാൻ തരുന്നു. കാരണം ഞാൻ 4ാമത്തെ കുഞ്ഞിനെ തന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മോനെ 4 മാസം വയറ്റിലായി. അതിനുശേഷം എന്റെ വയറ്റിൽ ഭയങ്കര വേദന വന്നു. വേദന വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. ഞങ്ങള് കോഴഞ്ചേരി ആശുപത്രി ചെല്ലുമ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണിക്കണം, വയറ്റുവേദനയായിട്ട് ചെല്ലുമ്പം ഡോക്ടർ പറഞ്ഞു, എന്റെ വയറ് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ 4 മാസം ആയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുവാനിടയായി തീർന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറയാനെടുത്തിരുന്നു, എനിക്ക് 4 മക്കളെ ഒന്നും നോക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ തന്നെ എന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, ജോലിക്ക് പോകുന്ന കാര്യം എനിക്കറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് വിഷമം വരുന്ന ഓരോ വാക്കുകൾ പറയാനിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റാന്നിയിൽ വന്നിട്ട് എന്നെ അന്ന് തന്നെ കോഴഞ്ചേരി തിരിച്ച് റാന്നിയിൽ വന്ന ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. കാരണം റാന്നിൽ ആശുപത്രി കാണിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് വാ എന്ന് പറയുമ്പോൾ അന്ന് തന്നെ തിരിച്ച് പിന്നെയും കോഴഞ്ചേരിക്ക് ആ ഒരു ദിവസം തന്നെ പിന്നെയും തിരിച്ചു പോവാണ്. അപ്പൊ വളരെ ശാരീരികമായിട്ട് എനിക്ക് മാനസികം വളരെ ഭാരം തോന്നി. അപ്പൊ അവിടെ ചെന്ന് ഡോക്ടറെ ഞങ്ങൾ റൂമിൽ ചെന്ന് കാണുക, കോഴഞ്ചേരി ചെന്നു. അപ്പൊ ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയൊക്കെ എഴുതി തന്നിട്ട് തിരിച്ച് ഞങ്ങള് സന്ധ്യക്ക്, അപ്പൊ എന്റെ 3ാമത്തെ മോന് 1 വയസ്സായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ്, അമ്മയോടൊന്നും പറഞ്ഞില്ല, കാര്യങ്ങളൊന്നും പറയാതാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്നിട്ട് തിരിച്ചിങ്ങനെ വരുമ്പോ ഞാൻ അറിയാതെ തന്നെ ഇന്ന് എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഇങ്ങനെ വരികയാണ്. കാരണം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ കളയുവാണെങ്കിൽ ഇവിടെ ഒന്നും പറ്റത്തില്ല, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയിക്കോളാം എന്നിങ്ങനെ എന്റെ പ്രിയപ്പെട്ടവനോട് കുറെ കാര്യങ്ങളൊക്കെ പറയാനിരിക്കുന്നു. അപ്പോഴും ഞാനിങ്ങനെ ഉള്ളിലെ ദൈവം ഇങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് 4 കുഞ്ഞുങ്ങളെ തരുമെന്നാണല്ലോ നേരത്തെ എന്റെ ചെറുപ്രായത്തിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് മാത്രം, ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോടും പറയാനിടയെ തരുന്നില്ല, ദൈവത്തോട് മാത്രം ഇങ്ങനെ ഞാൻ കരയുവാനിടയെ തീർന്നു. ദൈവമേ, ദൈവം തരുവാണെങ്കിൽ അതൊരു ആൺകുഞ്ഞാണെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ വിട്ടേക്കാമെന്ന് ഇങ്ങനെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിപ്പാനിടയായിരുന്നു. അപ്പൊ എന്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് ബസ്സിൽ വരുമ്പോൾ പ്രിയപ്പെട്ട എന്തിനാ നീ കരയണ്ട, സാരമില്ല, നമുക്ക് ദൈവം തന്നതല്ലേ, നമുക്ക് ഇതിനെ വളർത്താം, ഇങ്ങനെ എന്നോട് പറയാനിടയിട്ടു. ഇത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ വളരെ സന്തോഷം. കാരണം എന്റെ പ്രിയപ്പെട്ട
രക്ഷപ്പെട്ടൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ, എനിക്ക് സമാധാനമായി. അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ കുഞ്ഞ് 9 മാസം ആകാറായപ്പം അവന് വയറ്റിലുള്ളപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഓലിയുണ്ട്. ഞാനിങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഓലിക്കകത്തോട് ഞാൻ വീഴുവാനിടയായി തീർന്നു. കാരണം നിറവയറോടാണ് ഞാൻ ആ ഓലിക്കകത്തോട്ട് വീഴുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ വീഴുന്നത് കണ്ട് എൻ്റെ അമ്മ ഓടി വന്നിട്ട് ആ ഓലിക്കകത്ത്, കാരണം രണ്ടാൾ താഴ്ചയുള്ളൊരു ഓലിയാണ്, പാറി എടുക്കാണ്, അപ്പുറം ഇപ്പുറം എടുക്കാണ്. കാരണം എന്തോ ദൈവം എന്നെ താങ്ങിയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് എൻ്റെ അമ്മ ഓടി വന്നിട്ട് കയറിയിട്ട് തന്നിട്ട് അതിൽ നിന്ന് എന്നെ കയറ്റുവാനിടയായി തീർന്നു. എന്നോട് വല്ലതും പറ്റുമോ ശിശുവിന് ഒന്നും പറ്റിയില്ല എന്ന് പറയാൻ എടുക്കുന്നു. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡെലിവറി സമയമായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനിടയായി തീർന്നു. അഡ്മിറ്റ് ആകുന്ന സമയത്തും എൻ്റെ ചേച്ചി എൻ്റെ കൂടെ വരുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡും കൂട്ടത്തിലുണ്ട്. ആദ്യം ലേബർ റൂമിൽ, എനിക്ക് തീർത്തും വയ്യാതാണ് ലേബർ റൂമിലായിട്ട് എന്നെ കൊണ്ട് കയറ്റുന്നത്. കൊണ്ട് കയറ്റുമ്പോ ഡോക്ടർ പറഞ്ഞിപ്പോ സമയമായിട്ടില്ല, വാർഡിലോട്ട് പോയിക്കോന്നും പറഞ്ഞ് വാർഡിൽ പിന്നെയും കൊണ്ട് കിടത്തുകയാണ്. വാർഡിൽ കൊണ്ട് കിടത്തുമ്പോ എനിക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് കിടത്തിയപ്പോ എനിക്ക് പെട്ടെന്ന് വയ്യാഴിക വന്നു. കാരണം എന്റെ വയറ്റിൽ നിന്ന് എന്തോ എനിക്ക് മനസ്സിലായി, കാരണം ഡെലിവറി സമയം ഉണ്ടെന്ന്. കാരണം ഞാൻ സൗദിയോട് പറഞ്ഞിട്ട് എനിക്ക് തീർത്തും വയ്യ. അപ്പൊ അവരോട് ഡോക്ടറോട് പറയാൻ പറഞ്ഞു. ഓള് ലേബർ റൂമിൽ പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. അവിടെ 2 നേഴ്സിനെയും കൊണ്ട് വന്നിട്ട് എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് എണീപ്പിച്ചിട്ട് ഇങ്ങനെ 2 പേര് അപ്പുറം ഇപ്പുറം എന്റെ കയ്യിൽ പിടിച്ചേക്കാണ്. കാരണം ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. 2 സ്റ്റെപ്പ് ഞാൻ ലേബർ റൂമിൽ നടക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് ഇങ്ങനെ നടന്നതേ ഉള്ളൂ. ആരും എന്നെ അവിടെ പിടിച്ചിരുത്തി. കാരണം ഞാൻ ഓർക്കാണ് ദൈവത്തിന്റെ കാര്യം എന്നെ താങ്ങിയതാണെന്നും. ഞാൻ ഇരുന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് അന്നേരമേ ആ തറയിൽ തലയടിച്ച് വീണു മരിച്ചു പോയനെ. എന്നെ അവിടെ ഇരുത്തിയത് കൊണ്ട് ആ മുട്ടയിൽ തന്നെ ഞാൻ ഇരുന്ന് എൻ്റെ കുഞ്ഞിനെ അവിടെ പ്രസവിപ്പാൻ ഇടയായി തീർന്നു. കാരണം പെട്ടെന്ന് അപ്പൊ തന്നെ ഞാൻ ഇരുന്നു. കാരണം 2 പേരും എന്നെ അപ്പുറം ഇപ്പുറം പിടിച്ചിരിക്കുകയാണ്. ആ ഇരുന്ന് തന്നെ ആരോ ദൈവമാണ് എന്നെ അവിടെ ഇരുത്തിയെന്നുള്ളൊരു ചിന്ത വന്നു. അല്ല ഞാൻ ഇരിക്കത്തില്ല. പെട്ടെന്ന് തന്നെ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അവനെ പ്രസവിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അവരെ ഈ സ്ട്രെസ്സർ എടുത്തോണ്ട് കൊണ്ടുവന്നിട്ട് എന്നെയും കുഞ്ഞിനെ മാറ്റി പെട്ടെന്ന് ലേബർ റൂമിലോട്ട് കൊണ്ട് കയറ്റുവാനിടയെത്തുന്നു. അപ്പൊ ആ ഡോക്ടർ പറയുകയാണ്, അയ്യോ അവിടെ ഇരുന്നത് ഭാഗ്യമായി പോയല്ലോ എന്ന് പറയാനിടയെത്തുന്നു. ഞാനപ്പോ ഉള്ളിൽ ഇങ്ങനെ എന്റെ ദൈവമാണല്ലോ ഈ വിടുതൽ തന്നെ. ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഒരു ആൺകുഞ്ഞിനെ തരുവാണ്, കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ വിട്ടേക്കാമെന്ന്. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു. അപ്പോ ആ ഡോക്ടർ എന്നോട് പറയാണ്, കുഞ്ഞ് എന്താണെന്ന് അറിയണ്ടേ? പക്ഷെ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി പോയി. കാരണം പെട്ടെന്ന് അവിടെ ഇരുന്നതും ഡെലിവറി നടന്നതും ഒക്കെ പെട്ടെന്നൊരു സംഭവമായിരുന്നു. അപ്പൊ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, കുഞ്ഞ് അറിയാം? ഞാൻ പറഞ്ഞ അറിയണം എന്ന് പറഞ്ഞപ്പോ ആൺകുഞ്ഞാണെന്ന് പറയാനിരുത്തുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ പെട്ടെന്നൊരു സമാധാനം വന്നു. എന്റെ ദൈവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. 4ാമത്തെ കുഞ്ഞിനെ ദൈവം ആണായിട്ട് തന്നല്ലോ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ആ ദൈവത്തിന് സമർപ്പിച്ചാണ് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ഇപ്പോൾ 20 വയസ്സായി. അതിനുശേഷം ഞങ്ങളെ തിരിച്ച് വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കടന്നു വന്നതിന് ശേഷം ആണ് ദൈവമാണ് അവിടെ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചത്. ആണ് അനർത്ഥങ്ങളോ ഓരോന്ന് കടന്നു വന്നപ്പോൾ അതിൽ നിന്ന് ദൈവം വിടുവിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു. അതിനുശേഷം ഞങ്ങളെ നാട്ടിലെ ഒരു ചർച്ചിൽ കടന്നു പോകാൻ തീർന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഞങ്ങളെ ചുറ്റുവട്ടത്തുള്ള വ്യക്തികൾ ഞങ്ങളോട് ചോദിച്ചത്, എങ്ങനെ 4 മക്കളെ വളർത്താൻ? കാരണം ഞങ്ങളുടെ അടുത്തെങ്ങും ആർക്കും 4 പിള്ളേരില്ല. മിക്ക ആൾക്കാർക്ക് 1 അല്ലെങ്കിൽ 2 ഒക്കെ ഉള്ളു. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ 4. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവത്തിന് അറിയാം, എല്ലാ കാര്യവും ദൈവത്തിന് അറിയാം ഇങ്ങനെ പറയുവാനിടയിൽ തന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് എന്റെ വീട്ടുകാരിൽ നിന്നും ആരും ഒരു സപ്പോർട്ട് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ജോലിക്ക് കടന്നു പോകും എങ്കിലും ഞങ്ങൾക്കുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവവചനം പഠിക്കണമെന്നും. അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ ചർച്ചകൾ ആരാധനയ്ക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങള് ഈ രാത്രിയുടെ ആകുമ്പത്തിൽ എന്റെ മൂത്ത മോനപ്പോ കുറച്ച് പ്രായമായതുകൊണ്ട് അവന് 8-9 വയസ്സായതുകൊണ്ട് ഇവനെ ഏൽപ്പിച്ചിട്ട് പെൺപതിനെയും കൊണ്ടാണ് മിക്കവാറും ഞങ്ങൾ എല്ലായിടത്തും മീറ്റിങ്ങിന് രാത്രിയുടെ ആകുമ്പത്തിൽ കടന്നു വന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങളെ മീറ്റിങ്ങിന് കടന്നു പോയിട്ട് വരുമ്പോ ഈ ഞങ്ങളെ രാത്രിയിൽ 10 മണിക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ കിടന്നുറക്കും. അന്ന് കറണ്ട് ഒന്നുമില്ല. ഈ മെഴുകുതിരി ഒരു ടീപ്പോഡ് പുറത്ത് കത്തിച്ച് വെച്ചിട്ട് എൻ്റെ മക്കൾ 3 പേരും ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. ആ നിലത്ത് കിടന്നുറങ്ങുക. ഞങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഈ മെഴുകുതിരി കത്തി തീർന്നതിന് ശേഷം ഈ ടീപ്പോയിലേക്ക് തീ പടർന്നിട്ട് അത് മൊത്തം ഇങ്ങനെ കത്തി തീരുവാനിടയെ തീർന്നു. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ചുറ്റോട് ചുറ്റും 3 കുഞ്ഞുങ്ങളും കിടക്കുവാണ്. ആ സമയത്ത് ഞങ്ങൾ ആരാധന കഴിഞ്ഞു വന്നതുകൊണ്ട് എൻ്റെ ദൈവം അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിപ്പാനിടയായിരുന്നു. അതല്ല എങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തീ പടർന്ന് ആ 3 കുഞ്ഞുങ്ങളും അന്നേ മരിച്ചു പോയതിനെ
കാരണം എൻ്റെ ദൈവം ആ സമയമായപ്പോ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 10 മണിയായപ്പോ വീട്ടിൽ കടന്നു വരുമ്പോ ആ ജീപ്പ് പോയി കത്തി, ഒരു ശകലം മാത്രമേ ഉള്ളൂ, ബാക്കിയും കൂടെ കത്തി തരുക. അതും കൂടെ കത്തിയിരുന്നെങ്കിൽ, കാരണം കുഞ്ഞുങ്ങളെ മൂന്നും കിടന്ന് ഉറക്കമാണ്. അന്ന് ഇളയ മോന് 2 വയസ്സൊക്കെ ആകുന്ന സമയമേ ഉള്ളൂ. ആ ദൈവം അതിൽ നിന്നും വിടുവിച്ചു. കാരണം ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ ഞങ്ങള് ഇങ്ങനെ ഓരോ മീറ്റിങ്ങിലും കടന്നു പോകും, കുഞ്ഞുങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കടന്നു പോകും. ഇങ്ങനെ മോളെയും കൊണ്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിട്ട് ഞങ്ങൾ കടന്നു വരുമ്പോ എൻ്റെ മോളെ, അവൾക്ക് അന്ന് 5 വയസ്സേ ഉള്ളൂ, 5 വയസ്സ് പ്രായമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാൻ രാത്രി 10 മണി, ഞാൻ പറഞ്ഞു മോനെ ഇവിടെ നിൽക്കുക, പപ്പായുടെ അടുത്ത് നിൽക്കുക, അമ്മ പോയി ബിസ്ക്കറ്റോ എല്ലാം മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അപ്പുറത്തെ ഒരു കടയിലോട്ട് പോയപ്പോ ഇവള് പപ്പായുടെ കൈ വിട്ടിട്ട് പെട്ടെന്ന് ഞാൻ നിന്ന സൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്താണ് ഒരു കാറ് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ തട്ടിയിട്ട് അവള് തട്ടിയിട്ടിട്ട് പോവാനിടയിൽ തോന്നുന്നു. അപ്പൊ കുഞ്ഞു വളരെ ദൂരം തെറിച്ച് ചെന്ന് വീണു. ഞാൻ പെട്ടെന്ന്, ഞാനും എൻ്റെ പ്രിയപ്പെട്ടനും കൂടെ ഓടി വന്ന് എൻ്റെ കുഞ്ഞിനെ താങ്ങിയെടുക്കുമ്പോൾ അവൾ ഒരു ചത്ത ശവം പോലെ ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അന്ന് ഒരു ബ്ലഡോ ഒന്നുമില്ല. പക്ഷെ അവള് തെറിച്ച് വീണ സമയത്ത് അവളെ പുറകാണ് റോഡിൽ ചെന്ന് ഇടിച്ചത്. ഞങ്ങൾ വാ വിട്ട് നിലവിളിച്ച് ദൈവത്തോട് കരയുവാനിടയെത്തും. ഞാനും എൻ്റെ പ്രിയപ്പെട്ടനും പെട്ടെന്ന് ആ ഇടിച്ച കാറുകാർ തന്നെ അവിടെ നിർത്തുവാനിടയെത്തുന്നു. ഇവിടെ ഞങ്ങൾ റാന്നി ആശുപത്രി കൊണ്ടുപോയി. എന്നാൽ ഞങ്ങള് ദൈവത്തോട് ഞങ്ങൾ അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിപ്പാനായിരുന്നു. കാരണം അവളുടെ പപ്പ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ഇരിക്കുകയാണ്, അനക്കം ഒന്നുമില്ല, കുഞ്ഞ് ശ്വാസം വിടുന്നുമില്ല, ഒന്നുമില്ല, കണ്ണടച്ച് മാത്രം കിടക്കുന്നു. ഞങ്ങൾ വാവിട്ട് ദൈവത്തോട് കരഞ്ഞ സമയത്ത് കുറെ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പെട്ടെന്ന് അവള് കണ്ണു തുറപ്പാനിടയായി തീർന്നു. കണ്ണു തുറന്ന് പപ്പായെന്ന് ഇങ്ങനെ വിളിപ്പാനിടയായി തീർന്നു. ഞങ്ങൾ അതിനുശേഷം പെട്ടെന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം ഞങ്ങളുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത്. എന്നാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവള് പിന്നെ ഒന്നുകൂടെ കണ്ണു തുറക്കുവാനിടയായി തീർന്നു. ദൈവം അതിൽ നിന്നും വിടുവിപ്പാനിടയായി തീർന്നു. അങ്ങനെ അനർത്ഥത്തിൽ നിന്നും ദൈവം വിടുവിച്ചു. ഞങ്ങൾ അതിനുശേഷം ഞാനിങ്ങനെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യണം. കാരണം ദൈവം വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞതാണ്, കാരണം വിടുതല് തന്നപ്പോൾ ദൈവം പറഞ്ഞതാണ്, ഞങ്ങളെ ഡൽഹിയിൽ വെച്ച് പറഞ്ഞതാണ്, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണെന്ന് ഒരു ആന്റി പറയുവാനിടയായി തീർന്നു. അത് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങളെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സാമ്പത്തികം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു തടസ്സമായിരുന്നു കർത്താവിന്റെ വേല ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു മന്നവരുതിയിലെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ആ ബൈബിൾ കോളേജ്. അപ്പൊ അവിടെ ഞാൻ ആ മുറ്റത്തൂടെ ഇങ്ങനെ കടന്നു പോകണം, കാരണം മാർക്കറ്റിൽ പോകണം. കാരണം എൻ്റെ പ്രിയപ്പെട്ടവനോട് എനിക്ക് പൈസ തന്നിട്ട് പോകും, കടയിൽ പോയി എന്തെങ്കിലും സാധനം മേടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ആ ബൈബിൾ കോളേജിന്റെ മുറ്റത്തൂടെ പോകുമ്പോ ഞാൻ അവിടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. കാരണം ഇന്ന് അമ്മച്ചി ഒക്കെ ന്യൂയോർക്കിലാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ആ അമ്മച്ചി ഒന്ന് കാണുവാണ്. അപ്പൊ അമ്മച്ചി എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു അന്ന്. അപ്പൊ ഞാനിങ്ങനെ ആ മുറ്റത്തൂടെ ഇങ്ങനെ അങ്ങോട്ട് കടയിലോട്ട് പോകുമ്പോ ഞാൻ ചിന്തിച്ചു, ദൈവമേ, തിരിച്ചു വരുമ്പോ ഈ അമ്മച്ചി ഒന്ന് കാണുവാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഈ അമ്മച്ചിയോട് കുറച്ച് സംസാരിക്കുവാണെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു. എൻ്റെ നല്ല ഹൃദയത്തിലെ നല്ല ആഗ്രഹത്തെ ദൈവം മാനിച്ച് എൻ്റെ ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ തിരിച്ചു വരുമ്പോ അമ്മച്ചി ആ വാതിൽക്കൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, ഏത് വീട്ടിലാന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കാനിടയത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇഞ്ചിക്കലയിലെ ആണ്, ഇന്ന വീട്ടിലാണെന്ന് പറയുവാനിടയിൽ തീർന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നേരത്തെ എവിടെ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, ഞങ്ങൾ ഡൽഹിയിലായിരുന്നു അമ്മച്ചി എന്ന് ഇങ്ങനെ പറയാനിടയിൽ തീർന്നു. ജോലിക്ക് പോകുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. എത്ര മക്കളുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട് എന്നിങ്ങനെ പറയാനിടത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെയും കാര്യം പറയാനിടയിൽ ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഞങ്ങൾക്ക് ബൈബിൾ കോളേജ് പഠിക്കണം എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടന് വളരെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാനിടയിൽ തീർന്നു. അപ്പൊ അതിനുശേഷം അമ്മച്ചി പറഞ്ഞ, സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് ബൈബിൾ കോളേജിലോട്ട് വരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിപ്പാനിടയിൽ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബൈബിൾ കോളേജ് ചെല്ലുവാനും അവിടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുവാൻ എനിക്ക് സഹായിച്ചു. അതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു. കാരണം എൻ്റെ വീട്ടുകാരോ ആരും തന്നെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് എനിക്ക് ആ ബൈബിൾ കോളേജിൽ നിന്ന് വളരെ സപ്പോർട്ട് ലഭിക്കാനിടയിൽ തീർന്നു. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ടവന് ആ ബൈബിൾ കോളേജിൽ ബൈബിൾ ക്ലാസ് പഠിപ്പാൻ ദൈവം വഴിയൊരുക്കുകയാണ്. പിന്നീട് അമ്മച്ചിയെ ന്യൂയോർക്കിലേക്ക് മക്കളെടുത്ത് കടന്നുപോയി. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാള് BP ഫിലിപ്പ് സാറായിരുന്നു. ആ സാർ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ തീർന്നു. സാറും കുടുംബവും, കാരണം ആ സാറും കുടുംബവും നിമിത്തമാണ് ഞങ്ങളെ സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുവാനിടയായി തീർന്നത്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവൻ അവിടെ പഠിപ്പാനും 3 വർഷക്കാലം അവിടെ പഠിക്കുവാനും പിന്നെ PG പഠിക്കാനും ഒക്കെ വഴിയൊരുക്കി. എൻ്റെ പ്രിയപ്പെട്ടവൻ അവിടെ മന്നൂരിൽ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ BP ഫിലിപ്പ് സാറ് എനിക്ക് ചെറിയൊരു ജോലി ബൈബിൾ കോളേജിൽ തരുവാനിടയായി തീർന്നു. നല്ല ശമ്പളത്തോടു കൂടി എന്നെ അവിടെ ജോലിക്ക് കിച്ചണിൽ ആളുണ്ടെങ്കിൽ തന്നെയും
ചെറിയ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് എന്നെ അവിടെ നിർത്തുവാനായിട്ട് തന്നു. നല്ലൊരു ശമ്പളത്തോടു കൂടി എനിക്ക് അവിടെ ജോലി 3-4 വർഷത്തോളം അവിടെ ജോലി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിന്റെ ഫലമായിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ സാറും കുടുംബവും, സാറിന് ഒരു മോളേ ഉള്ളൂ. ഓരോ വർഷവും ആ മോൾക്ക് ബാഗ് വാങ്ങുമ്പോഴും അതുപോലെ തന്നെ ബുക്കുകളും ഒക്കെ മേടിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് തരുവാൻ തീർന്നു. അങ്ങനെ ആ സാറിന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട്, കാരണം ഈ 4 കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവരുടെ വസ്ത്രമാണേലും അവർക്ക് വേണ്ടതെല്ലാം ദൈവം വേണ്ട സമയത്ത് തരുവാൻ തീർന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവന് അവിടെ നിന്ന് ബൈബിൾ കോളേജ് പഠനം തീർന്നതിന് ശേഷം ഞങ്ങളെ ഇങ്ങനെ അവിടെ നിന്ന് പറയാണ്ടേന്നു ഇടുക്കിക്ക് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇടുക്കിയിലേക്ക് വളരെ വരാനായിട്ട് താല്പര്യമാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ പല ദേവദാസന്മാർ ഇടുക്കിയുടെ ദേശത്തേക്ക് കടന്നു വന്നു. അങ്ങനെ ഞങ്ങളെ 2011 ഞങ്ങൾ ഇടുക്കിയിൽ ശാന്തമ്പാറയുടെ ദേശത്ത് കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് വളരെ തണുത്ത കാലാവസ്ഥയാണ്, വളരെ പിടിക്കാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും ഞങ്ങള് കർത്താവിന്റെ വേലയുമായിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്ന പല ദേവദാസന്മാരും ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാതെ വിട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് കടന്നുപോയി. എങ്കിലും ദൈവഹിതമെന്ന് പറയട്ടെ, ഞങ്ങള് ശാന്തമ്പാറയുടെ ദേശത്ത് ആദ്യം കടന്നു വരുമ്പോൾ എന്റെ മൂത്ത മോനെ അന്ന് 10 പഠിക്കുമായിരുന്നു. അവനെ ആ ബൈബിൾ കോളേജിൽ തന്നെ നിർത്തി അവന്റെ 10ാം ക്ലാസ്സിലെ പഠിത്തം പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ അതിനുശേഷം 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ശാന്തമ്പാറയുടെ ദേശത്ത് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വീട് വാടകയ്ക്കുണ്ട്. അപ്പോ ആ വീട്ടില് ഞങ്ങൾക്ക് ഒരു പുതിയ കുടുംബങ്ങളൊന്നുമില്ല. ഞങ്ങള് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കടന്ന് പോയതിനു ശേഷം ഞാനും എന്റെ പ്രിയപ്പെട്ടനും കുറച്ച് ട്രാക്റ്റുമായിട്ട് ഇങ്ങനെ കുറെ വീടുകളിൽ കയറിയിരുന്നു. ചില വീട്ടുകാരൊന്നും ഞങ്ങളെ കയറ്റത്തില്ല, കാരണം അവർക്കൊന്നും സുവിശേഷം ഇഷ്ടമല്ല. എന്നാൽ ചില വീട്ടുകാർക്ക് സുവിശേഷം പറയുന്നത് ഇഷ്ടമാണ്. അങ്ങനെയുള്ള വീടുകളിൽ ഞങ്ങൾ കയറും. ഞങ്ങൾക്ക് ദൈവം തന്ന വിടുതലിനെ കുറിച്ച് ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കും. തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഈ കയറിയ വീടുകൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ മുട്ടിപ്പായും ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങളെ ദൈവം അയക്കുന്ന ദേശത്തേക്ക് ഞങ്ങൾ നടന്നു പോകും. എത്ര ദൂരമൊന്നും ഇല്ല, കുഞ്ഞുങ്ങൾ സ്കൂൾ കടന്നു വരുന്ന സമയം നോക്കിയായിരിക്കും ഞങ്ങൾ തിരിച്ചു വരുന്നത്. അങ്ങനെ പല വീടുകളിലും ഞങ്ങൾ കടന്നു പോകും. അപ്പൊ ഞായറാഴ്ച ആരാധനയ്ക്കൊന്നും ഒരൊറ്റ കുടുംബം പോലും നമ്മുടെ അടുത്ത് വരുന്നില്ല. 6 മാസത്തോളം ഞങ്ങൾ തന്നെയേ ഉള്ളൂ. ഞാനും കുഞ്ഞുങ്ങളും എന്റെ പ്രിയപ്പെട്ടവരും തന്നെ ഞങ്ങളെ കൈകോർത്തിരുന്ന് അവിടെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം അവിടെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥന, കർത്താവ് കുടുംബങ്ങൾ കടന്നു വരണമേ, ചില ഭവനങ്ങളിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ചില ഭവനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുപോയ സ്ഥലത്ത് 1-2 വ്യക്തികൾ ഇങ്ങനെ അവര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ വേണ്ടി ആത്മഹത്യയുടെ ഭക്തി നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ദൈവം ഞങ്ങളെ അയപ്പാനിടയിൽ തന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്തപ്പോ ആ കുടുംബങ്ങളൊക്കെ അവിടെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞതിന് ശേഷം 3-4 ഭവനങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പടിപടിയായിട്ട് ചില ഭവനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ഞങ്ങൾക്ക് അവിടെ ആരാധനയ്ക്ക് ദൈവമക്കളെ ലഭിക്കാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങളിൽ പിന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും വളരെ ബുദ്ധിമുട്ട് ഭാരങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. കാരണം വളരെ നിരാശകളായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന് കടന്നു വന്നപ്പം ഞങ്ങൾക്ക് നാട്ടിൽ ഒരുമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇടുക്കിയിൽ വന്നപ്പോൾ ഞങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ല. ഞങ്ങൾ വെറും സിമെന്റ് തറയില് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിലാണ് ഞങ്ങൾ ഈ തണുപ്പും പിടിച്ച് അങ്ങനെ കടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നാട്ടിലെ കട്ടിലും മറ്റേ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ എങ്ങനെയും അന്നത്തെ സമയത്ത് ഒരു 5000 രൂപയാകും വണ്ടി വിളിച്ചത്. ആ പൈസ പോലും ഞങ്ങളുടെ അടുത്ത് എടുക്കാനില്ലാന്നുകൊണ്ട് എന്നാൽ ഞങ്ങൾ ദൈവത്തിന് വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ഞങ്ങൾക്ക് സാധനമുണ്ടല്ലോ, ഞങ്ങൾ ഈ തണുപ്പും പിടിച്ച് കുഞ്ഞുങ്ങളെ തണുപ്പത്ത് കിടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പനികളും രോഗങ്ങളും ഒക്കെ മാറി മാറി വന്നു. എങ്കിലും ദൈവം ഞങ്ങൾ അതിൽ നിന്നൊക്കെ വിടുവിച്ച ആ സമയത്ത് നാട്ടിൽ നിന്ന് ഒരു ദേവദാസൻ മൂന്നാർ കാണാൻ വരികയാണ്. മൂന്നാർ കാണാൻ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഈ ശാന്തമ്പാറയിൽ എവിടെയാണെന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കാനിടയിൽ തന്നു. ഇന്ന സ്ഥലത്താന്ന് പറയപ്പോ ദേവദാസൻ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കടന്നു വരുവാൻ എത്തിയിരുന്നു. കടന്നു വന്നപ്പോ ഞങ്ങളുടെ അവസ്ഥകൾ കണ്ടപ്പോ, കാരണം കട്ടിലില്ല, കിടക്കുന്നത് നിലത്താണ്. അപ്പൊ ഞങ്ങളോട് വെച്ചിട്ട് എവിടെയാ കിടക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഈ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോ ഈ തണുപ്പം പിടിച്ച് ഇവിടെയാണോ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് 10000 രൂപ എടുത്ത് എന്റെ പ്രിയപ്പെട്ടന്റെ കൈ കൊടുക്കാനിടയിൽ തീർന്നു. ഒരു മെത്ത മേടിച്ചിട്ട് കട്ടിൽ ഇവിടെ ഇട്ടിട്ട് കിടക്കണമെന്ന് പറയാനിടയിൽ തീർന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള സാധനങ്ങള്, വേണ്ട സാധനം നാട്ടിലുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ വേണ്ട സാധനം ഞങ്ങൾ അത് എടുത്തുകൊണ്ട് വരുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഞങ്ങളെ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ വേറൊരു വീട് മാറി. അങ്ങനെ 3ാമത്തെ വീട്ടിലേക്ക് ഞങ്ങൾ മാറുവാനിടയായി തീർന്നു. അവിടെ വീടുകളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാലും ഞങ്ങളെ താമസിച്ച വീട്ടിൽ ഞങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പലപ്പോഴും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് മാറി താമസിക്കും. അതിൻ്റെതായ ബുദ്ധിമുട്ടും ഭാരങ്ങളും വന്നു. ഞങ്ങൾ കർത്താവിനോട് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഭിത്തിയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞങ്ങൾ ഈ താമസിക്കുന്ന വീട് തന്നെ ആലയം പണിയുവാൻ ദൈവം വഴി ഒരുക്കണമെന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞങ്ങൾ ഉപവസിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ദൈവ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു.
ഞങ്ങൾ ആ താമസിച്ച വീട് തന്നെ അത് അവിടെ സ്വന്തമായിട്ട് അത് വാങ്ങുവാനും, അതാണ് ആലയത്തിന് വേണ്ടി അവിടെ വാങ്ങുവാനും, അവിടെ ഒരു നല്ലൊരു ആലയം പണിയുവാനും ഒക്കെ ദൈവം സഹായിപ്പാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളെ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ആദ്യം 6 മാസം ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലരെയും റോഡിലൊക്കെ വെച്ച് കാണും. ഒരു അപ്പച്ചനെ ഇങ്ങനെ കാണുവാൻ ഇടയായി തീർന്നു. ആ അപ്പച്ചനെ കണ്ടതിന് ശേഷം, അപ്പച്ചനെ ജീപ്പിമിൽ പോകുന്ന ഒരു അപ്പച്ചനാണ്. ആ അപ്പച്ചൻ ഇങ്ങനെ ഞങ്ങളോട് ചോദിച്ചു, ഇത് എവിടെയാ താമസിക്കുക? അപ്പൊ ഞങ്ങൾ ഇന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. ആ അപ്പച്ചൻ ഈ കൃഷികളാണ്. അപ്പച്ചൻ തന്നെ താമസിക്കുക, അപ്പച്ചൻ കൃഷിയാണ് കേട്ടോ താമസിക്കുക, കൃഷികളൊക്കെ ചെയ്യും. എന്നിട്ട് അപ്പച്ചന് വീടോ സ്വന്തമായിട്ട് ഒന്നുമില്ല. കൃഷി ചെയ്യുന്നിടത്ത് തന്നെ ചെറിയൊരു മാടം വെച്ചിട്ട് അപ്പച്ചൻ അതിനകത്താണ് കിടക്കുന്നത്. വഴിക്കോട്ട് സംസാരിച്ച് ഞങ്ങൾ സുവിശേഷമൊക്കെ ഇങ്ങനെ പറയാനിടയിൽ തീർന്നു. അപ്പച്ചന് സുവിശേഷമൊക്കെ വളരെ കേട്ട് വളരെ താല്പര്യമായിട്ട് അപ്പൊ ഞങ്ങളോട് പറയുന്നത്, ഒരു ദിവസം ഞാൻ പാസ്റ്ററൊക്കെ താമസിക്കുന്ന വീട്ടിൽ കടന്നു വരാമെന്നിങ്ങനെ പറയാനിടയായി തീർന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കുഞ്ഞുങ്ങൾ സ്കൂളിൽ കടന്നുപോയി. പിറ്റേ ദിവസം തന്നെ ശനിയാഴ്ചയാണ്. ഒരു നുള്ള അരിയോ സാധനം ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഇന്നുവരെയും പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ഓരോ ദിവസവും വേണ്ടതെല്ലാം ദൈവം തന്നുകൊണ്ടിരുന്നല്ലോ, നാളെ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ചോറിനായിട്ട് ഒന്നുമില്ലല്ലോ യേശോപ്പ എന്നും പറഞ്ഞ് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന തീർന്നു, ഉച്ച കഴിഞ്ഞ സമയത്ത്. കാരണം ഈ അപ്പച്ചനെ ഒരു ഓട്ടോയായിട്ട് അവിടെ വന്ന് നിന്നു. ഒരു ഓട്ടോയായിട്ട് അവിടെ വീണ്ടും പഠിക്കാൻ വന്നു നിന്നു, ഒരു വലിയ ചാക്ക് നിറയെ സാധനമായിട്ട്. അപ്പൊ ഞാൻ ഓർത്തു ഈ അപ്പച്ചന് കൃഷിയാണ്, അപ്പച്ചന്റെ കൃഷിക്കുള്ള എന്തെങ്കിലും ഈ വളങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ സിറ്റൗട്ടിൽ വെക്കാൻ വേണ്ടി അത് വെക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരിക്കും ഓട്ടോയിൽ കൊണ്ടുവന്ന്. ആ ചാക്ക് നിറയെ സാധനം കൊണ്ട് വാതിൽക്ക് കൊണ്ടുവന്ന് എന്നെ മദർ എന്നാ വിളിക്കുന്നത്. മദറെ, ഇത് വേണ്ടാന്ന് പറയരുത്, ഇതെടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്നിങ്ങനെ പറയാനിടയിൽ തോന്നുന്നു. അപ്പൊ ഞാൻ സ്തോത്രം പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഈ ചാക്കിട്ട് എനിക്ക് എടുത്തിട്ട് പോകത്തില്ല, ഞാൻ പ്രിയപ്പെട്ടനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അകത്ത് കൊണ്ടുവന്നിട്ട് തുറന്നു നോക്കുമ്പോൾ ഒരു വീട്ടിൽ എന്തൊക്കെ സാധനം വേണോ ആ വീട്ടിൽ വേണ്ട എല്ലാ സാധനവും ഉണ്ടാകണം. പഞ്ചസാരയും തേങ്ങയും മുളകും എല്ലാ അരിയും എല്ലാ സാധനവും, എല്ലാ വീട്ടിൽ വേണ്ട എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ എന്റെ കണ്ണ് ഞാൻ അറിയാതെ തന്നെ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഈ അപ്പച്ചൻ കാണാതെ എന്റെ കണ്ണ് നിറയുവാനിടയിട്ടു. കാരണം എന്റെ ദൈവം എന്ത് വിശ്വസ്തനാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു ആ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും എത്ര മഹത്വപ്പെടുത്തിയാലും അത് തീരുകയില്ല. അതുപോലെ വിടുതൽ അനുഭവിക്കാൻ ഇടയിട്ടു. കാരണം ഞാൻ എന്നിട്ട് ആ ചാക്കും കെട്ട് അഴിച്ചിട്ട് അതിൽ നിന്ന് പഞ്ചസാരയും കാപ്പിപ്പൊടി എടുത്ത് അപ്പച്ചന് കാപ്പി ഇട്ട് കൊടുക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ അപ്പച്ചനോട് പറയാൻ ഇടയായി തീർന്നില്ല, എന്റെ വീട്ടിൽ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാൻ ഇടയായി തീർന്നില്ല. എന്നിട്ട് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം ഓരോ വേണ്ട സമയത്ത് ദൈവം കൊണ്ട് വേണ്ട അതേ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തന്ന് ഞങ്ങളെ നടത്തുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം എന്റെ കുഞ്ഞുങ്ങൾ വളർന്നു. വളരെ കഷ്ടതയും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിരാശകളും ബുദ്ധിമുട്ടിലും ഒക്കെ സമയത്ത്. എന്നാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ദൈവമേ കടമെടുക്കാനൊന്നും ഇടയാക്കരുത്, ദൈവം വേണ്ട വഴികളെ ഒരുക്കി തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആ 3-ാമത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളില് കാരണം ഞങ്ങൾ ജോലിക്ക് രണ്ടുപേരും പോകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ കുഞ്ഞുങ്ങൾ പഠിക്കും തോറും മുതിർന്ന ക്ലാസ്സിലേക്ക് പോകും തോറും ഞങ്ങൾക്ക് സാമ്പത്തികം വളരെ ഒരു വിഷയമായി തീർന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമായി, ജോലി ചെയ്യണം. കാരണം ജോലി ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു നാണക്കേടില്ലല്ലോ എന്നിങ്ങനെ ചിന്തിപ്പാനെടുത്തു. ഞാനിങ്ങനെ എൻ്റെ വീടിന്റെ പടിക്കൽ കൂടെ, കാരണം റോഡ് സൈഡിലാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ആലയം. അപ്പൊ ഒരു ചേച്ചി എപ്പോഴും ഇങ്ങനെ പോകും ജോലിക്ക്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി ഞാനും കൂടെ ജോലിക്ക് കടന്നു വരട്ടെ? ഇവിടെ ഈ ഇടുക്കിയിൽ വന്നതിന് ശേഷം 7 വർഷം കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഞാനും കൂടെ ജോലിക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ചേച്ചിയോട് പറയാനെടുത്തിരുന്നു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, അതിനെന്താ പോരെ എന്ന് പറയാനിടയിൽ തീർന്നു. അപ്പൊ എനിക്ക് ജോലിയൊന്നും അറിയത്തില്ല. കാരണം ഇവിടുത്തെ ജോലി എന്ന് വെച്ചാൽ ഏലക്കായാണ്, ഏലക്കായ ഒക്കെ എടുക്കുന്ന പണിയാണ്. എനിക്കതൊന്നും അറിയത്തില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, സിസ്റ്റർക്ക് ജോലി അറിയാം? ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാനെടുത്തിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്കെന്നാ ശരി, ഞാൻ വേറെ ഒരാളോട് പറഞ്ഞു നമുക്കൊരു എസ്റ്റേറ്റിൽ പോകാം എന്നോട് ഇങ്ങനെ പറയാനെടുത്തിരുന്നു. സിസ്റ്റർ രാവിലെ ഒരുങ്ങി നിന്നാൽ മതി, വണ്ടി ഇതിലേ വരും എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ അപ്പൊ 8 മണിയാകുമ്പോഴത്തേനും ജോലിക്ക് ഇറങ്ങണം. അവിടെ ഒരു എസ്റ്റേറ്റിലായിട്ട് ഞാനിങ്ങനെ പോകാൻ, ഞാൻ എന്റെ പ്രിയപ്പെടണോ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കണമല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന ജോലി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജോലിക്ക് കടന്നു പോവുകയാണ്. ആ ഒരു എസ്റ്റേറ്റിലാണ് ഞാൻ ആദ്യം കടന്നു പോകുന്നത്. ഞാൻ എസ്റ്റേറ്റിൽ കടന്നു പോകുമ്പോൾ എനിക്ക് ജോലി അറിയത്തില്ല. കാരണം അവിടെ ചെല്ലുമ്പോ അവിടുത്തെ മാനേജര് ആ സാറിന്റെ തലക്കിലാണ് ആദ്യം ചെന്ന് വിടുന്നത്. കാരണം ആ ഭയങ്കര കോപമുള്ള ഒരു സാറാണ്. കാരണം എല്ലാരെയും ഒത്തിരി പേരെ വഴക്ക് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ ചെന്ന് ചേരുമ്പം ഞങ്ങളുടെ കൂട്ടത്തില് ഒരു വണ്ടിയില് 10-15 പേരാണ് പോകുന്നത്. കാരണം ഇവർക്ക് വണ്ടിയിൽ ആളെ തികയ്ക്കാൻ വേണ്ടിയിട്ട് ജോലി അറിയാവുന്നവരും അറിയാത്തവരൊക്കെ ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകും. പക്ഷെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം ഈ സാർ, അപ്പൊ ആദ്യം ഞാൻ ഈ സാറിന്റെ തലക്ക് ചെല്ലുമ്പോ എനിക്ക് ഒന്നും അറിയത്തില്ല. കാരണം കായ് എടുക്കാൻ അറിയത്തില്ല,
അപ്പൊ ഞാൻ എന്റെ കൂടെ കൊണ്ടുവന്ന ഒരു സഹോദരി എന്റെ അടുത്ത്, അപ്പൊ അതിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ സാറ് വന്ന് അടുത്ത് നിൽക്കുക. അപ്പൊ എനിക്ക് കൈ വരയ്ക്കാൻ തുടങ്ങി. ഇത് എങ്ങനെ കായ എടുക്കണം ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ സാർ എന്നോട് ചോദിച്ചു, കായ എടുക്കാൻ അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉള്ളത് പറഞ്ഞു. അപ്പൊ ഇവര് കൊണ്ടുപോയവർ എന്നോട് പറഞ്ഞു, അറിയത്തില്ല എന്ന് പറയരുതേന്ന് പറഞ്ഞു. ഇല്ല, അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏലക്കാട്ടിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ആദ്യമായിട്ട് ഇറങ്ങുവാ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ ഇതിന് മുന്നേ എവിടെയാ താമസിച്ചത്? ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ ഞാൻ നാട്ടിലായിരുന്നു, ഇവിടെ വന്നിട്ട് ഇത്ര വർഷമായിട്ടുള്ളൂ. അപ്പൊ ആ സാർ മുണ്ടക്കയത്തുള്ള ഒരു സാറാണ്. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ ഉള്ളതുപോലെ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര വർഷമായുള്ളൂ, ആദ്യമായിട്ട് ജോലി. അപ്പൊ എന്നോട് എന്താ ഇവിടെ ജോലി? ഞാൻ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ആ സാറ് ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അതാ കുഴപ്പമില്ല, ഉള്ളത് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടേണ്ട, ഇതൊരു സുവിശേഷ വേലയാണെന്ന് ഓർത്താ മതി എന്ന് ഇങ്ങനെ എന്നോട് പറയാനായിട്ട് തന്നു. എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് എന്നെ കൊണ്ടുപോയ ആ പ്രിയ സഹോദരിയോട് പറയാനായിട്ട് തന്നു, ഏലക്കായ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയാനായിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, 3-4 ദിവസത്തിന് കൂട്ടത്തിൽ നിർത്തി കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ്. എന്നിട്ട് ആ സഹോദരി എന്റെ കൂടെ നിന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിനുശേഷം ഞാൻ ആ ഒരു ദിവസം കൊണ്ട് തന്നെ അത് പഠിപ്പാനിടയായി തീർന്നു. അതിനുശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞ സാർ വന്ന് നോക്കുമ്പോ ഞാൻ മറ്റുള്ളവർ എടുക്കുന്നത് പോലെ തന്നെ ആ പെട്ടിക്കകത്ത് അവരുടെ ഒപ്പം തന്നെ പറിച്ചിട്ട് പെട്ടി നിറയ്ക്കുന്നതും ഒക്കെ കാണുക. എന്നാൽ എന്റെ കൂട്ടത്തിൽ വന്ന പലരെയും അന്ന് വിടുവാനിടയിൽ തീർന്നു. പണി അറിയത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടുവാനിടയിൽ തീർന്നു. എന്നാൽ എന്റെ ദൈവം ആ ജോലി സ്ഥലത്ത് എന്നെ മാനിപ്പാനിടയിൽ തീർന്നു. ആ 3 വർഷത്തോളം ഞാൻ ആ എസ്റ്റേറ്റ് ജോലി ചെയ്യാനിടയിൽ തീർന്നു. കാരണം എന്നെ കൊണ്ടുപോയ ആ കൺകാണിയുടെ ഒപ്പം തന്നെ അവരുടെ ഒപ്പം തന്നെ ഞാൻ ജോലി ചെയ്യുവാനിടയായി തീർന്നു. ഒരു പുറകോട്ടൊന്നും പോകാതെ ദൈവ സ്ഥലത്ത് തന്നെ മാനിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്ത് എന്റെ ഭവനത്തിൽ വളരെ ബുദ്ധിമുട്ട് കടന്നു വന്ന സമയത്ത് ആ ജോലി മുഖാന്തരം എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനാണേലും വേണ്ട നന്മ ദൈവം തരുവാനിടയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഒരു സപ്പോർട്ട് ചെയ്യുവാനിടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ല എന്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പാനിടയായിരുന്നു. അതുപോലെ തന്നെ മോളെ ഡിഗ്രിക്ക് പഠിപ്പാനിടയായി തീർന്നു. മോനാണേലും എന്റെ 3ാമത്തെ മോനെ ബി സി നല്ല മാർക്കോട് പാസ്സാകാനിടയായി തീർന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ട അതിന്റെയൊക്കെ പുറകെ ഞങ്ങൾക്ക് വളരെ നിരാശകളും ഭാരങ്ങളും കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവന് ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടാവാൻ ഇടയായി തീർന്നു. അതായത് എനിക്ക് തീർത്തും സുഖമില്ലാതെ വന്നപ്പോ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പെട്രോൾ അടിക്കാൻ പോയതാണ്. ഒരു പട്ടി വന്നിട്ട് കുറുകെ ചാടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവന്റെ കാലിലിട്ട് ആ സ്കൂട്ടി വീഴുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവന് ആ റോഡിൽ കിടന്നിട്ട് എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അയ്യം വിളിച്ചു. ചുറ്റുവട്ടുള്ള വ്യക്തികൾ അത് കണ്ടിട്ട് ഓടി വന്ന് പെട്ടെന്ന് നെടുങ്കണ്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞാനും എന്റെ മോളും കൂടെ പെട്ടെന്ന് നെടുങ്കണ്ടത്ത് ചെന്നു. നെടുങ്കണ്ടത്ത് ചെന്നപ്പോ തീർത്തും എന്റെ പുറമെ ഒരു മുറിവൊന്നുമില്ല, ഉള്ളിലാണ് ഉള്ളിലെ 3 ഒടിവുകളായിട്ടാണ് തീർത്ത് അവശതയായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് കാണുവാനിടയായി തീർന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയാനായിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ ഒരു ആ ഹോസ്പിറ്റലിന്റെ അവിടെ കൊണ്ടുപോയാലോ? അപ്പൊ എന്നോട് പറഞ്ഞില്ല, പറ്റത്തില്ല, വേറെ എവിടെയെങ്കിലും പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെറുതോണി മെഡിക്കൽ കോളേജിലേക്ക് എന്റെ പ്രിയപ്പെട്ടവനെയും കൊണ്ട് പോവുകയാണ്. അവിടെ കൊണ്ടുചെന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കമ്പി ഇടുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ നിരാശ കൂടി കടന്നു പോകാനിടയായി തീർന്നു. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടത കടന്നു വന്നെങ്കിൽ തന്നെയും അതിന്റെ പുറകിൽ ദൈവം ഞങ്ങൾക്കൊരു അനുഗ്രഹവും തരുവാനിടയായി തീർന്നു. അവിടെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ വളരെ കാരണം ഞങ്ങളെ ഈ സുഖമില്ല എന്റെ പ്രിയപ്പെട്ട കിടന്നപ്പോ ഞാനിങ്ങനെ എന്റെ മോനും ഉണ്ട്, അങ്ങനെ എന്റെ മോളെയും കൊണ്ടാണ് ഞാൻ ആശുപത്രി ചെന്നത്. കാരണം അവളെ അന്ന് ഡിഗ്രിക്ക് 3ാമത്തെ വർഷം പഠിക്കുക. കാരണം മറ്റു 2 കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ടാണ്, ഇവള് പെൺകുഞ്ഞാണല്ലോ, ഇവളെ റോഡ് സൈഡിലാക്കാൻ പറ്റില്ലല്ലോ എന്നും കൊണ്ട് ഇവളെയും കൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ കടന്നു പോകുന്നത്. ഇവളും ഉണ്ട്, എന്റെ മൂത്ത മോനും ഉണ്ട് കൂടെ. അപ്പം മോക്കന്ന് എക്സാമിന്റെ സമയമാ. അപ്പൊ ഇവള് പുസ്തകമൊക്കെ ആയിട്ടാണ് ആ ഹോസ്പിറ്റലിൽ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഞാന് അവിടെ എന്റെ മൂത്ത മോന്റെ പ്രിയപ്പെട്ടവന്റെ അടുത്തിരിക്കും, ഞാനും അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെഡിൽ ഞാനും എന്റെ മോളും കിടക്കും. അങ്ങനെ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്ന് അസ്വസ്ഥത വന്നു രാത്രിയുടെ ആമത്തില്. അപ്പൊ എനിക്ക് അന്ന് പകല് എന്റെ തൊണ്ടയ്ക്ക് ഒരു മുള്ളു പോയായിരുന്നു. ആ തൊണ്ടയ്ക്ക് മുള്ളു പോയപ്പോ ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഒരു ഗുളിക കഴിച്ചു. എനിക്ക് പെൻസിലിന്റെ അലർജി ഉണ്ട്. ആ ഗുളിക എന്തോ എനിക്ക് പിടിക്കാതെ വന്നതിന് ശേഷം ആ രാത്രിയിലായപ്പോ എനിക്ക് ഒരു 2-2:30 ആയപ്പോ ദേഹം മൊത്തം ഒന്നും കണ്ണൊന്നും കാണുന്നില്ല, മൊത്തം ഇരുട്ടാണെന്ന ഒരു അവസ്ഥ കാണുക. പെട്ടെന്ന് ബാത്റൂമിൽ പോകണം. ഞാൻ എഴുന്നേറ്റത് ഓർമ്മയുണ്ട്. എന്നിട്ട് കട്ടിലേന്ന് എണീറ്റു. അപ്പൊ എന്റെ മോൾ അടുത്ത് കിടപ്പുണ്ട്. ഞാൻ അവളെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവളെ ഞാൻ വിളിച്ചിട്ട് അപ്പൊ അവളെ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ ഉടനെ അവളും എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ് നിലത്ത് നിന്നത് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഞാൻ താഴെ വീണു.
താഴെ വീണ ഉടനെ ഇവള് പെട്ടെന്ന് കരയുവാനിടയെ തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ട കാല് ഓപ്പറേഷൻ ചെയ്ത് നിലത്ത് കുത്താൻ വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ അയ്യം വിളിച്ച് കിടക്കുവാണ്. അപ്പൊ ഞാനും താഴെ വീണ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ തൊട്ടടുത്ത് കിടന്ന ആ ചേച്ചിയും ആ ചേട്ടന്റെയും കാല് വഴുതി അവിടെ കിടക്കുവാണ്. അപ്പൊ ആ ചേച്ചിയുടെ മോനും കൂടെ പെട്ടെന്ന് ഓടി വന്നിട്ട് താഴെ ചെന്നിട്ട് അവരോട് പറഞ്ഞിട്ട് അവര് നഴ്സുമാരൊക്കെ ഓടി വന്നിട്ട് എന്നെ എടുത്തുകൊണ്ട് പെട്ടെന്ന് താഴെ കൊണ്ടുപോയിട്ട് അവിടെ ട്രിപ്പ് ഇടുവാനും ഒക്കെ ഇടയായി തീർന്നു. അപ്പൊ എന്റെ അടുത്ത് എന്റെ മോളാണുള്ളത്. അപ്പൊ ഈ അമ്മ ഈ തൊട്ടടുത്ത് ആ ചേച്ചിയും ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഇടയായി തീർന്നു. വിഷമിക്കണ്ട, അപ്പൊ ഇവിടെ കരച്ചിൽ കണ്ടുണ്ട്, ഇവളോട് വിഷമിക്കണ്ട, കരയണ്ട, അമ്മയ്ക്കൊന്നും പറ്റത്തില്ല, മോള് കരയരുത് നിങ്ങളോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ പക്ഷെ ഞാൻ അന്ന് അവിടെ കിടന്നു, ആശുപത്രിയിൽ താഴെ ഞാൻ ട്രിപ്പിട്ട് കിടക്കുന്നു. ഇവര് എന്റെ മോളോട് സംസാരിച്ചു. പക്ഷെ ഇവര് കത്തോലിക്ക പോകുന്ന കുടുംബമാണ്. മോളോട് സംസാരിച്ചതിന് ശേഷം പക്ഷെ എന്റെ ജീവിതത്തിൽ വളരെ അതൊക്കെ ഒരു വലിയ ഭാരമായി തീർന്നു. കാരണം എന്റെ മോളെ അവരെ കയ്യിലെടുക്കാനിടയിൽ തീർന്നു. കാരണം ഞങ്ങൾ അറിയാതെ തന്നെ എന്റെ കുഞ്ഞിന്റെ നമ്പർ മേടിച്ചെടുത്തിട്ട് എന്റെ മോളെ അന്ന് നെടുങ്കണ്ടത്താണ് പഠിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഞങ്ങളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നു. അന്ന് വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുക. എന്റെ മോക്ക് എക്സാം, അവള് നെടുങ്കണ്ടം പഠിക്കുന്നു, കട്ടപ്പനയാണ് അവൾക്ക് എക്സാം. അപ്പൊ ഇവള് എക്സാമിന് കടന്നു പോകുന്നു. മറ്റേ എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവനെ കൊണ്ടുവിടുന്നത്. ഈ കാല് വയ്യാതെ വന്നതിന് ശേഷം കുഞ്ഞിനെ കൊണ്ടുവിടാനും പറ്റാത്ത ഇവള് പരീക്ഷയ്ക്ക് വേണ്ടി അന്ന് പോകുന്നതിന്റെ അന്ന് ഞങ്ങളോട് വളരെ സന്തോഷത്തോടെ പോയി. കട്ടപ്പന ഇവിടെ എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരാതെ ഒരു 5 മണിയായിട്ടും കണ്ടില്ല, 6 മണിയായിട്ടും കണ്ടില്ല. 6 മണി കഴിഞ്ഞ പിന്നെ നെടുങ്കണ്ടത്ത് നിന്ന് ശാന്തമ്പാറയ്ക്ക് ബസ്സില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ആശുപത്രി കിടന്ന ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ആ പപ്പ, ഞങ്ങളെ പപ്പ എന്നാണ് ഇപ്പൊ വിളിക്കുന്നത്, ആ പപ്പ വിളിക്കാണ്, മോള് ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അവിടെ അവള് നിൽക്കുന്നേ, അവളെന്തിനാ അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പൊ അവള് ഇവിടെ നിപ്പുണ്ട്, അവൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ട കാലം നിലത്ത് കുത്തത്തില്ല, കമ്പിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ടെൻഷനായി, ഭയങ്കര എനിക്കൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. അപ്പൊ ഞാൻ എന്റെ മോൻ, അന്ന് മൂത്ത മോന് അവൻ രാജകുമാരി എന്ന സ്ഥലത്ത് ഒരു കടയിൽ ജോലി ചെയ്യുക. ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ പെട്ടെന്ന് വാടാ, വീട്ടിലോട്ട് വാ. ഇതുപോലെ ഞങ്ങൾ അവളെ വാവേന്നാ വിളിക്കുന്നത്. വാവ വന്നില്ല, എക്സാം കഴിഞ്ഞ് വന്നില്ല, അവൾ അവിടെയാണ്, മോൻ പെട്ടെന്ന് വാ. അപ്പൊ സമയം 6:30 7 മണി ആയപ്പോഴത്തേന് ഇവൻ പെട്ടെന്ന് വന്നു. ഇവനെ ഞാനും കൂടെ ഈ കട്ടപ്പന ദേശത്തേക്ക് കടന്നു പോവുകയാണ്. കട്ടപ്പന ദേശത്ത് കടന്നു പോകുമ്പോ ഈ മോള് ഇന്ന വീട്ടില് അവരുടെ വീട്ടിലുണ്ട്. ഞാനും എന്റെ മോനും കൂടെ ചെന്നിട്ട് ആകെന്നെ വിളിച്ചിട്ട് ഇവള് വരത്തില്ല. കാരണം എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. കാരണം ഞങ്ങൾ ആകെന്ന് വിളിച്ചു, മോളെ വാ. വന്ന് രാത്രി 10 മണി വരെ ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് എന്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, ഇനി ഇവിടെ നിൽക്കണ്ട, പോയിട്ടോ. കാരണം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ കുറെ പാർട്ടിക്കാരൊക്കെ അവർ വിളിച്ചിട്ടുണ്ട്, അവരുടെ ദേശത്തെ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ അത് ഒരു ഇതില്ലാതെ വന്നു. എന്റെ മനസ്സിൽ ആരോ പറയാം, ഈ മോനെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട, ഇനിയും പോയിട്ട് വന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ മോന് 10-26 വയസ്സുണ്ട്, മൂത്ത മോന്. അവനെയും കൊണ്ട് അവിടെ നിന്ന് ചിലപ്പോ ആരെങ്കിലും അവനെ ഉപദ്രവിക്കുക വല്ലതും ചെയ്ത് രാത്രിയായി. അപ്പൊ ഞാൻ പെട്ടെന്ന് മോനോട് പറയാണ്, മോനെ വാ, നമുക്ക് പോയേക്കാം. കാരണം ഞാൻ വാഹനം ഇവളെ വിളിച്ചിട്ട് ഇവള് വരുന്നില്ല, ഇവള് വരത്തില്ല, ഇവള് മുഖം തരത്തില്ല. പക്ഷെ അതുവരെ എന്റെ കുഞ്ഞ് അങ്ങനെയല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയി. ഞാനും എന്റെ കുഞ്ഞിനെയും കൊണ്ട് എന്റെ മകനെയും വിളിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോ എന്റെ മോൻ അവിടെ റോഡിൽ താഴെ വീഴുവാനിടയെത്തി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. എന്റെ പ്രിയപ്പെട്ട വീട്ടിൽ കിടക്കുന്നു, കാല് നിലത്ത് കുത്താൻ വയ്യ. എന്റെ മോൻ റോഡിൽ വീട് കിടക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഇപ്പൊ ഞാനപ്പം ദൈവത്തോട് പിന്നെ ഞാൻ കരയുക, എന്തൊരു ശോധന കർത്താവ്. എന്നിട്ട് ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, എനിക്കാണ്. ഞാനും കൂടെ അപ്പൊ അവിടെ കരഞ്ഞു പോയാൽ അവൻ വളരെ തകർന്നു പോയി. ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ എനിക്ക് ബാബക്ക്. അപ്പൊ ഈ അവിടെ കൂടിയിരുന്ന, ആ വീട്ടിൽ കൂടിയിരുന്ന കുറെ പയ്യന്മാർ ഓടി വന്നിട്ട് എന്റെ മോനോട് പറയാനായിരുന്നു, അവന്റെ പ്രായമുള്ള അവന്മാര് വന്നിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞങ്ങൾ നാളെ അവളെ ബിജി എന്റെ മോളുടെ പേര് അവിടെ കൊണ്ടുവന്നേക്കാമെന്ന് പറയാനിരിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞു കൊണ്ടുവരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാനും എന്റെ മോനും കൂടെ ഞങ്ങൾ വീട്ടിൽ വരികയാണ്. തിരിച്ച് വീട്ടിൽ വരുമ്പോ ഞങ്ങൾ സ്കൂട്ടിയിലാണ് കടന്നു പോകുന്നത്. ഭയങ്കര മഴയാണ്, ഈ മഴ നനഞ്ഞാ കടന്നു പോകുന്നത്. തിരിച്ച് കടന്നു വരുമ്പോ ഞാന് എന്റെ പ്രിയപ്പെട്ടവനപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അവൾ, എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അവള് കൂടെയുണ്ട്. അവനെ എനിക്ക് വിഷമമായി പോയി. അവിടെ ഞാൻ തിരിച്ചു വരുമ്പോ എല്ലാം എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അവള് കൂടെയുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു. എന്നിട്ട് തിരിച്ച് ഞങ്ങള് രാത്രിയില്ല 1 മണിയോളം അടുത്ത് ഞങ്ങള് ഞാൻ ശാന്തമ്പാറയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടന്റെ അടുത്ത് വരുമ്പോ ഞാൻ വാവിട്ട് കരുവാനിടയിൽ തീർന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ആകനെ വിളിച്ചിട്ട് അവള് വന്നില്ല എന്ന് പറയാനിടയിൽ തീർന്നു. അപ്പൊ ഞങ്ങൾക്ക് വളരെ ഒരു നിരാശയും ഭാരവും വിഷമവും. കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഭയങ്കര ഭാരമായിരുന്നു.
ഞാൻ അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റേഷനിൽ കടന്നു പോയിട്ട് ഞാനൊരു പരാതി എഴുതിയിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ എന്റെ മോള് എക്സാമിന് കടന്നു പോയതാണ്, തിരിച്ചു വന്നില്ല. ഇന്നതുപോലെ ഇന്ന വ്യക്തികൾ ഫോൺ വിളിച്ചിട്ട് ഇന്ന വീട്ടിലേക്ക് പോകാനിടയായിട്ട് എന്നാണ് ഒരാഴ്ചത്തെ പരിചയമുള്ളവരുമായിട്ട് എന്ന് പറയാനിടയായിട്ട് എന്നാണോ ഈ ഹോസ്പിറ്റലിൽ എന്റെ പ്രിയപ്പെട്ടന്റെ കാലുമായിട്ട് വയ്യാതെ കിടന്നപ്പോ ആ ഒരാഴ്ചത്തെ ഒരു പരിചയം വെച്ചാണ് അവർ കൊണ്ടുപോയതാണ്. ആ പയ്യന് മോന്റെ പേര് ജിൻസ് എന്നാണ്. കാരണം അവൻ അങ്ങനെ നോക്കിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം ആശുപത്രി വെച്ച്. കാരണം അവനെ സംബന്ധിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പേഷ്യന്റ് കടന്നു വരുമ്പോഴത്തേനും പെട്ടെന്ന് അവരെ താങ്ങുകയും കൊണ്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓർക്കും ആ പയ്യന്റെ സ്വഭാവത്തെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. പക്ഷെ അമ്മ അന്ന് എന്റെ മോളോട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ നമ്പർ എടുത്തു. അല്ലാതെ അവന് അവന്റെ മരുമോനെ ഒരു തെറ്റും പറയാനില്ല. പക്ഷെ എന്നിട്ട് അതിനുശേഷം ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. ഇവരെ സ്റ്റേഷനിൽ വിളിപ്പിച്ചതിന് ശേഷം ഞങ്ങളും ചെന്നു. എന്റെ പ്രിയപ്പെട്ടന്റെ കാല് മേലാത്തെടുത്ത് കുറെ ദേവദാസന്മാർക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറെ ദേവദാസന്മാർ വന്നിട്ട് വണ്ടിയുമായിട്ട് വന്ന് എന്റെ പ്രിയപ്പെട്ടനെ കൊണ്ട് സ്റ്റേഷനിൽ ചെന്നു. പക്ഷെ എന്റെ മോളും അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അതൊക്കെ വലിയ ഭാരമായി തീർന്നു. എന്റെ മോളെ ഞങ്ങള് വിളിച്ചതിന് ശേഷം അവൾ എന്ത് ചെയ്താൽ ഞങ്ങളുടെ കൂടെ വന്നില്ല. അവൾ അവരുടെ കൂടെ തന്നെ തിരിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾ ഒരു വർഷം അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വളരെ ഭാരം ഞങ്ങളുടെ ജീവിതം. കാരണം ഞങ്ങൾക്ക് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ അവളെ നിലത്തും താഴെയും വെക്കാൻ ഞങ്ങൾ അവളെ വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു. അപ്പൊ അവളെ ഡിഗ്രിക്ക് 3ാമത്തെ വർഷം പഠിക്കുന്ന സമയമായിരുന്നു. കാരണം ഒരു വർഷം ഞങ്ങൾ ഒരു ബന്ധവും ഇല്ലാതെ അവളുമായിട്ട് മിണ്ടുകയോ പറയുകയോ വർത്താനം പറയുകയോ ഒന്നും ചെയ്യാൻ ഞങ്ങൾ വന്നു. അതിനുശേഷം എന്റെ മോൾക്ക് ഡെലിവറി സമയമായി. എന്നാ അവളെ കൊണ്ടുപോയതിനു ശേഷം അവര് തുടർന്ന് പഠിപ്പാനിടയായി തീർന്നു. അവളെ പഠിപ്പിച്ചു അവളെ ഡിഗ്രി പൂർത്തീകരിപ്പാനിടയായി തീർന്നു. അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് ആ 3ാം വർഷം ഡിഗ്രി പഠിപ്പിച്ചു. അതിനുശേഷം മോളെ ഡെലിവറി സമയമായപ്പോൾ അവളെ നെടുങ്കണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരി ആ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ ആ ചേച്ചിയോട് അവൾ ഇങ്ങനെ പറയാനിടയായിരുന്നു, എനിക്ക് ഈ പ്രസവത്തിന് മുന്നേ അപ്പൊ അവൾക്ക് ഓപ്പറേഷനാ പറഞ്ഞേക്കുന്നത്, എന്റെ അമ്മയും പപ്പായും ഒക്കെ ഒന്ന് കാണണമെന്നുണ്ട്, ആന്റി ഒന്ന് പറയാമോ, എന്റെ പപ്പായുടെ മമ്മിയോട് ഒന്ന് പറയാമോ എന്ന് പറയാനിടയായിരുന്നു. അപ്പോ ആ സഹോദരി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നമ്മള് സുവിശേഷ വേല ചെയ്യുവല്ലേ, മോളിങ്ങനെ ഞങ്ങളോട് പറയാൻ തെറ്റിരുന്നു പറയുന്നു. അപ്പൊ എനിക്ക് എന്താണെങ്കിലും മോളെ കാണാനുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട വലിയ വിഷമമായിരുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട നമുക്ക് പോവാൻ, നമ്മുടെ മകളല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ നെടുങ്കണ്ടത്ത് ഹോസ്പിറ്റലിൽ ചെല്ലപ്പോ അവളെ ഇങ്ങനെ ഞങ്ങളെ കണ്ടോണ്ട് കെട്ടിപ്പിടിച്ച് കരയാനിടയായി തീർന്നു. അവളുടെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു, നീ കരയണ്ട, ഈ സമയത്ത് നീ കരയണ്ട, ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ അവരുമായിട്ട് നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ ഇപ്പോൾ ഞങ്ങൾ നല്ല സ്നേഹത്തോടെ ആയിരിക്കും. നല്ലൊരു മരുമോനെ ലഭിക്കാൻ തീർന്നു. കാരണം എന്റെ മക്കളെക്കാൾ ഉപരി നല്ല സ്വഭാവം കൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു മകനെ ലഭിക്കാൻ തീർന്നു. ഇപ്പൊ അവളെ പുളിയമല ദേശത്തെ അവര് താമസിക്കുന്നത് സന്തോഷത്തോടെ താമസിക്കുന്നു. കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ എന്റെ മൂത്ത മകനും പെരുമ്പാവൂര് അവിടെ സുഖമായിട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇളയ മോഹനാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ എന്റെ 3ാമത്തെ മോഹന് വണ്ടി ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞ്, കാരണം ഞങ്ങൾക്ക് ഓർക്കപ്പുറത്താണ് ആ വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട കാലിലെ കമ്പി കിടക്കുന്ന സമയമായിരുന്നു. ആ കമ്പി എടുക്കാനൊക്കെ കാരണം 2 വർഷത്തന്നെ കമ്പി ഇട്ടത്, 3 വർഷമായിട്ട് കമ്പി എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്റെ മോനെ, 3ാമത്തെ മോനെ, അവന് കുട്ടാപ്പിൽ ഞങ്ങൾ വിളിക്കുന്ന ആ മോനെ പഠിത്തം കഴിഞ്ഞ് BCA കഴിഞ്ഞതിന് ശേഷം അവന് അടുത്ത കോഴ്സ് അവന് ഇവിടെ എറണാകുളത്ത് കൊണ്ടുവച്ചതിന് ശേഷം എന്റെ മോന് 3 മാസം ഒരു അവധി ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3 മാസം കൊണ്ട് എന്റെ മോന് രാജകുമാരി ഒരു കടയിൽ പോകാൻ തീർന്നു. ആ കടയിൽ 3 മാസം പോയിട്ട് ഇവന് ശമ്പളം കിട്ടിയത് കൊണ്ട് ഇവന് പപ്പായുടെ കയ്യിൽ 5000 രൂപ കൊണ്ട് കൊടുത്തിട്ട് പറയാനിരിക്കുന്നു, പപ്പായുടെ കാലം കമ്പി കിടക്കുമല്ലേ, ആ കമ്പി എടുക്കണം, കാലയിലെ കമ്പി എടുക്കണം, ഇപ്പൊ 3 വർഷം ആകുമല്ലേ എന്ന് പറയുവാനായിട്ട് എത്തുന്നു. ആ മോൻ ആ ജോലി ചെയ്തിട്ട് പൈസ കൊണ്ട് തന്നതിന് ശേഷം, കാരണം ആ കമ്പി എടുപ്പാനിടയിൽ തീർന്നു. ഡിസംബറിലാണ് ഞങ്ങൾ കാലിലെ കമ്പി എടുക്കുന്നത്. കാരണം 2023 അത് കമ്പി കാലിൽ നിന്ന് എടുപ്പാനിടയിൽ തീർന്നു. ഡിസംബർ കമ്പി എടുക്കാനെ കൊണ്ട് ഇടയായി തീർന്നു. ആ കമ്പി എടുത്തിട്ട് വന്ന ഒരാഴ്ച കഴിഞ്ഞില്ല, അതിന് മുന്നെയാണ് എന്റെ മോന് വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുന്നത്. കാരണം അവന് പഠിത്തത്തിന്റെ കോഴ്സിനൊക്കെ വെച്ചിട്ട് തിരിച്ച് ഈ പൈസയും തന്നു, പപ്പായുടെ കാലിലെ കമ്പി എടുക്കണമെന്ന് പറഞ്ഞു. ഈ 3 മാസം കൊണ്ട് എന്റെ മോന്, അവന് ശനിയാഴ്ച ശമ്പളം കിട്ടുമ്പോ അവനെ ഓരോ സാധനം വീട്ടിൽ മേടിച്ചോണ്ട് വരും. കാരണം അവന് പറയാം, അമ്മ അൽഫാം തിന്നിട്ടില്ലല്ലോ, അമ്മ കുഴിമന്തി കഴിച്ചിട്ടില്ലല്ലോ, അമ്മയും പപ്പായക്കും ഇതൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എന്റെ ഈ മോനെ ഈ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവൻ തന്നെത്താനെ പാത്രത്തിൽ വിളമ്പി തന്നിട്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ തരുമായിരുന്നു. ഞങ്ങൾ അവനെ 20 വയസ്സ് വരെ വളർത്തിയെങ്കിലും അവന് 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം അവൻ ഞങ്ങൾക്ക് ചെയ്യുവാനിടയായിരുന്നു. ഈ 3 മാസം കൊണ്ട് അവൻ തന്നെത്താനെ അവൻ ഡ്രൈവിംഗ് പഠിച്ച് പെട്ടെന്ന് 2 ആഴ്ച കൊണ്ട് തന്നെ അവന് ലൈസൻസും അവന് ലഭിക്കാനിടയായിരുന്നു.
ഒരു പെട്ടെന്ന് തിടുക്കമായിരുന്നു അവന്റെ ജീവിതത്തില്. അപ്പൊ എന്നോട് പറയും, അമ്മ എനിക്ക് സമയമില്ല, എനിക്ക് പോകണം, എനിക്ക് എറണാകുളത്ത് പഠിക്കാൻ പോകണം, അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കല്ലേ, ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു വീടില്ലായിരുന്നു, ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന ആ വീടിന് അങ്ങ് വിറ്റായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ. അപ്പൊ ഇവൻ എന്നോട് പറയായിരുന്നു, എന്റെ മോന് അമ്മ വിഷമിക്കരുത്, അമ്മയ്ക്ക് ഞാൻ വീട് വെച്ചുതരും, ഞാൻ പഠിച്ച് വേണ്ടതെല്ലാം അമ്മയ്ക്ക് ചെയ്തു തരുമെന്ന് എന്നോട് പറയുമായിരുന്നു. ആ മോനിൽ എനിക്ക് അതിൽ വലിയ ഒരു വിശ്വാസമായിരുന്നു. അപ്പൊ അവൻ ഈ 3 മാസം കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു. കാരണം ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. എന്റെ മോനെ ഡിസംബർ 12 ആക്സിഡന്റ് ഉണ്ടായിട്ട് കോട്ടയത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് എനിക്കും തീർത്ത അവശതയായി വന്നു. ഞാൻ 3ാമത്തെ ദിവസമാണ് കോട്ടയത്ത് ചെല്ലുന്നത്. കോട്ടയത്ത് ചെല്ലുമ്പോൾ എന്റെ മോന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവൻ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിപ്പാനിടയത്, എന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് എന്നോട് പറയാനിരുന്നു, അമ്മ എനിക്ക് എന്നെ അമ്മയെ പറ്റിയത്. ഞാൻ പറഞ്ഞു, മോന് വണ്ടി ആക്സിഡന്റ്. അപ്പൊ അവന് അറിയത്തില്ല അവന്റെ തലയുടെ മുറിവ്. ഞാൻ പറഞ്ഞു, മോന് തലയിൽ ആ മുറിവ് പറ്റിയിരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്, വേറെ ആശുപത്രി ഇല്ലായിരുന്നു എന്ന് ചോദിപ്പാല്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടുന്ന് പോകാം, വേറെ ആശുപത്രി പോകാം, വിഷമിക്കണ്ട എന്ന് പറയുവാനിടയെത്തിരുന്നു. എന്റെ കയ്യിൽ പിടിച്ചിട്ട് അവൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുവാനിടയെത്തി. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോ വിഷമമാണ്. പക്ഷെ ദൈവം എനിക്ക് പിന്നെ എനിക്ക് പറ്റും. കാരണം ഞാൻ അവനെ ഒരിക്കൽ കാണും. എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. ദൈവം ഒന്നും ദോഷമായിട്ട് ചെയ്യത്തില്ല എന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോ എന്റെ അപ്പുറത്ത് എനിക്കൊരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. എന്നെ ഇന്നോളം ദൈവം നടത്തിയത് ഓരോ കഷ്ടതയിൽ കൂടെയാണ്. അതുകൊണ്ട് എന്റെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ അതിനുശേഷം എന്റെ കുഞ്ഞിനെ ഞങ്ങള് തിരുവല്ല ഹോസ്പിറ്റലിൽ 2.5 മാസം അവന് ICUവിൽ കിടന്നു. 2 വെന്റിലേറ്ററിൽ കിടപ്പാനിടയെത്തു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയെത്തുന്നു. ആ വെന്റിലേറ്ററിൽ കുഞ്ഞ് കിടക്കുമ്പോൾ, ICUവിൽ കിടക്കുമ്പോൾ അതിന്റെ പുറകിൽ ഞാൻ ആ ഭിത്തിയെ കൈവച്ച് പ്രാർത്ഥിക്കുവായിരുന്നു, എന്റെ ദൈവമേ എന്റെ കുഞ്ഞിനെ തരണേ, ദൈവമേ കുഞ്ഞിനെ തരണേ. പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും അവൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഒരു കിടപ്പ് 2.5 മാസം കിടന്നു. ആ സമയത്ത് എന്നോട് ഒരു ദേവദാസൻ ഇങ്ങനെ വന്നിട്ട് ആശുപത്രി കാണാൻ വന്നിട്ട് ആ ദേവദാസൻ എന്നോട് ഇങ്ങനെ പറയുവാനിടയെത്തിരുന്നു, എന്തിനാ ഇനി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങ് വിട്ടുകൊടുത്തേക്ക എന്ന് പറയുവാനിടയെത്തി. ഞാൻ ആ ദേവദാസന്റെ വാക്കിനെ മാനിച്ച് ഞാൻ പിന്നെ എന്റെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയിൽ, ദൈവത്തിന് ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടന്നോട്ടെ കർത്താവ് എന്ന് പറയുവാനിടയെത്തി. ഞങ്ങൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റുക, ബൈപ്പാമിന്റെ സമയത്ത് റൂമിൽ മാറ്റുക. കാരണം പെട്ടെന്നായിരുന്നു എല്ലാ കാര്യവും. ഞങ്ങൾ അതിനുശേഷം എന്തോ ഒരു തിടുക്കമായിരുന്നു. ഞങ്ങളെ കുഞ്ഞിനെ റൂമിൽ മാറ്റുന്ന സമയത്ത് അവന് 2 ദിവസം ഞങ്ങളുടെ കൂടെ റൂമിലുണ്ടായിരുന്നു. അവന്റെ അവസ്ഥയും കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വളരെ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് തന്നെ അവന് തിരുവനന്തപുരത്ത് എന്തോ ദൈവത്തിന്റെ ഹിതം അതായിരിക്കും. പക്ഷെ തിരുവല്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടക്കുമ്പോൾ എന്റെ വീട്ടുകാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, എന്റെ അമ്മ വീട് തിരുവല്ലയിലായതുകൊണ്ട് എപ്പോഴും നാട്ടിൽ നിന്ന് അമ്മയുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒത്തിരി ദേവദാസന്മാര് കടന്നു വന്നുകൊണ്ടിരിക്കും. എന്നും ഓരോരുത്തർ കാണാൻ വരും. പെട്ടെന്ന് ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് ഞങ്ങള് അവിടെ വേറൊരു ഹോസ്പിറ്റലിലേക്ക്, ഞങ്ങൾ അനന്തപുരി ഒന്നൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു വെച്ചിട്ട് അവര് കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ ഇതിൽ തന്നെ ഞങ്ങൾ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇടയായിരുന്നു. അവിടെ ചെന്ന് എന്റെ മോനെ അവിടെ 2 ദിവസം കിടന്നു. 2 ദിവസം കിടന്നെങ്കിൽ തന്നെയും എന്റെ മോന്റെ ജീവിതം, കാരണം ഞങ്ങൾ ഈ തിരുവല്ലായി കിടന്നപ്പോ അവന്റെ ദേഹമൊക്കെ ഒരു വല്ലാത്ത കരിവാളിച്ച അനുഭവമായിരുന്നു. എങ്കിൽ തന്നെയും ഈ അവിടെ ഈ അനന്തപുരി ചെന്നതിന് ശേഷം അവന്റെ കളർ നല്ല വെള്ള കളറായിരുന്നു അവന്. അവന്റെ പപ്പ എങ്ങനെയാണോ അതുപോലെ നല്ലൊരു കളറായിരുന്നു അവന്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു കളർ എന്റെ മോന് ആ 2 ദിവസം കൊണ്ട് കിട്ടുവാനായിരുന്നു. 2 ദിവസം കിടന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ 1.5 ലക്ഷം രൂപയിൽ അധികമായി. ഞങ്ങൾ പൈസ ഒന്നും നോക്കിയില്ല. ഞങ്ങൾക്ക് ലക്ഷങ്ങള് ഞങ്ങളുടെ മോന്റെ ട്രീറ്റ്മെന്റിന് ചെലവായെങ്കിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാര് ഞങ്ങളെ സഹായിക്കാൻ ഇടയായി തീർന്നു. കാരണം ഞങ്ങൾ ലക്ഷങ്ങളെ രൂപ ചെലവായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു 3000 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു ദേവദാസനോട് വായ്പ ചോദിച്ചാണ് ആശുപത്രിയിൽ ആദ്യം കുഞ്ഞിനെ കൊണ്ടുവന്നത്. പക്ഷേ ഈ ലക്ഷങ്ങൾ ചെലവാകുമ്പോഴും ഞങ്ങളുടെ മോന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടതെല്ലാം ദൈവം ഞങ്ങൾക്ക് തരുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ആ തിരുവനന്തപുരത്ത് ചെന്നതും 2 ദിവസം കിടന്ന് 2ാമത്തെ ദിവസം എന്റെ മോൻ മരിക്കുകയാണ്. മരിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ആരുമില്ല. ഞാനും എന്റെ പ്രിയപ്പെട്ട 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ വാവിട്ട് നിലവിളിച്ച് ദൈവത്തോട് കരയുവാൻ ഇടയായി തീർന്നു. കർത്താവേ, ദൈവം എന്തിന് ഈ ദേശത്ത് കൊണ്ടുവന്നു ഇങ്ങനെ ചോദിപ്പാൻ ഇടയായി തീർന്നു. കാരണം തിരുവനന്തപുരത്ത് അവിടെ ദൈവത്തിന് ചില ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചില ദൈവദാസന്മാരെ, ദൈവഭക്തന്മാരെ അവിടെ ഒരുക്കി വെച്ചു. പെട്ടെന്ന് തന്നെ, കാരണം ഞാൻ പറയാനെഴുതിയത് പ്രിയ VP ഫിലിപ്പ് സാറും കുടുംബവും അതുപോലെ തന്നെ വേറെ ദേവദാസനും കുടുംബവും ഒക്കെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കടന്നു വരുവാനും ഒരു പ്രാർത്ഥന വലിയ ഞാൻ കൊണ്ടുപോകാൻ ഇടയായിരുന്നു. കാരണം തിരുവല്ലയിലായിരുന്നു ഒരു പക്ഷെങ്കിൽ ഞാൻ തളർന്നു പോയതിനായിരുന്നു. പക്ഷെ ആ
അനന്തപുരിയിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം അയച്ചതാണ്. അവിടെ ഞങ്ങൾ ഓർക്കാത്ത സ്ഥലത്ത് വന്നതുകൊണ്ട് അവിടെ ദൈവം അയച്ചു. അവിടെ ദേവദാസന്മാരെ കൂട്ടി ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് എന്തോ ഒരു ധൈര്യം ദൈവം തന്നു. കാരണം ഞാൻ ദാവീദ് പറയുന്നത് പോലെ ദൈവത്തിൽ ബലപ്പെടുവാനും ദൈവത്തിൽ അത് ധൈര്യപ്പെടുവാനും ഇടയായി തീർന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവം എന്തോ ഒരു ധൈര്യം ദൈവം തരുവാനായിട്ട് ഒരു ഉറപ്പും ബലവും ധൈര്യവും ദൈവം പകർന്നു. ആ പ്രാർത്ഥന ദേവദാസിന്റെ കുടുംബത്തിന്റെ ഒക്കെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുഞ്ഞിന്റെ ഇവിടെ ഞങ്ങൾ ഇടുക്കിയിലേക്ക് കൊണ്ടുവരുവാനും വളരെ അനുഗ്രഹമായിട്ട് ആ ശുശ്രൂഷ എല്ലാം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എല്ലാം ദൈവം അത് ചന്തോചിതമായി നടത്തി തരുവാനായി തീർന്നു. അനേക ദൈവദാസന്മാരെ ദൈവമക്കൾ അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇന്നോളം ദൈവം ഞങ്ങളെ ജീവിതത്തിൽ നിലനിർത്തിയത്. അതുപോലെ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾക്ക് വളരെ ഭാരങ്ങള് പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അലയടിച്ചു. കോവിഡ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലാണ് അത് വളരെയധികം ഭാരമായി തീർന്നത്. കാരണം ഞാൻ 2 ആഴ്ചയോളം കാരണം ഞങ്ങളുടെ ഹെൽത്തിൽ നിന്ന് കടന്നു എന്ന് പറഞ്ഞു എന്നെ ആശുപത്രി കൊണ്ടുപോകോ, കാരണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിത്തീർന്നു. കാരണം ഞാൻ പറഞ്ഞു ഞാൻ ആശുപത്രി പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറയാനിരുന്നു. ഒരു രാത്രി മൊത്തവും എനിക്ക് ശ്വാസം കിട്ടാതെ, കാരണം എന്നോട് ആരോ പറഞ്ഞു കമന്ന് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ കമന്ന് കിടന്നിട്ട് ഞാൻ നേരം വെളുക്കാനിടയെ തീർന്നു. എനിക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ചുറ്റിന് വരുന്ന കൈകോർത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ്റെ എത്തുന്നു. ഞാൻ ചിന്തിച്ചു ആ കോവിഡ് സമയത്ത് ഞാൻ മരിച്ചു പോകുമെന്ന്. കാരണം അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു. എനിക്ക് ഒരു തുള്ളി ശ്വാസം കിട്ടാതെ എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ഒരു ബലമില്ലാതെ തീർന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ ദൈവം ഞങ്ങളെ കാര്യം പിടിച്ച് താങ്ങി ഞങ്ങളെ വഴി നടത്തി. ദൈവം വേണ്ട നന്മകളൊക്കെ ദൈവം തന്നു. ദൈവം നടത്തുവാനിടയെ തീർന്നു. അതുപോലെ എല്ലാ അവസ്ഥകളിലും ദൈവം മാറ്റം തരുവാനിടയെ തീർന്നു. ഞങ്ങളെ ശാന്തപ്പാറയിൽ അതിനുശേഷം കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ അവിടെ 12 വർഷത്തോളം ഞങ്ങൾ ശാന്തപ്പാറയുടെ ദേശത്തെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം അവിടെ നിന്ന് 17 കിലോമീറ്റർ ദൂരെ രാജാക്കാട് എന്ന സ്ഥലത്തെ ഇപ്പോൾ ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുകയാണ്. ഇവിടെ മോനെ ഞങ്ങളുടെ ഒപ്പം നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോനെ എൻ്റെ ആഗ്രഹവും അവന് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്നതാണ്. ദൈവത്തിന്റെ വചനം പഠിക്കണമെന്ന് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുവരെയും കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ നന്മകളാലും ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ വർഷങ്ങളിലൊക്കെയും കർത്താവിന്റെ സന്നിധി ഞങ്ങളെ ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഞങ്ങളെ പരസ്യങ്ങളായിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ സമയങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ട് സുവിശേഷ വേല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം സമയം ആരോമ ടിവിയിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിന് പ്രിയ ദേവദാസനും കുടുംബത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം സമയം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ആരോമ ടിവി ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസി ലാജി ജനാർദ്ദനൻ ആ കുഞ്ഞുനാൾ മുതൽ ഇങ്ങോട്ട് ഉള്ള ഒരു കാര്യം പോലും മറന്നു പോകാതെ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് പറയുവാനിടയായി തീർന്നു. ജീവിതത്തിൽ കടന്നുപോയ വേദനാജനകമായ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം പലപ്പോഴും അത് അനുഭവിക്കേണ്ടതാണല്ലോ, ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും അവരതിൽ ആശ്വസിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യയോ മദ്യപാനമോ ലഹരിക്കോ ഒക്കെ അടിമയായി ജീവിതം അവസാനിപ്പിക്കുകയോ ഒക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നതായ ഒരു പ്രവണത. എന്നാൽ ലാജി സിസ്റ്റർ അതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ മഹാകരുണയും ദയയും എന്നല്ലാതെ എന്ത് പറയണ്ടു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, മരച്ചുവട്ടിൽ ജനിച്ചു വീണ ആ ഒരു ജന്മദിവസം സ്വന്തം പിതാവിൻ്റെ ക്രൂരമർദ്ദത്തിനും ഒരു തകർച്ചയുടെ ആ നാളുകളിലും ദൈവീയ സംരക്ഷണ, ദൈവീയ ഇടപെടൽ
ഒരു വ്യക്തിയെ ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്തു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ ആ മരണത്തിൽ നിന്നും പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ മഹാദയ, മഹാകരുണ അനുഭവിപ്പാനിടയായി തീർന്നല്ലോ. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര കണ്ട് ശ്രേഷ്ഠമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലാണ്, അവസരങ്ങളിലാണ്. അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി ജോലിക്കായി കടന്നുപോയി. ഒരു വിവാഹം നടക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ജീവിതത്തിൽ കടന്നുപോയ തിക്താനുഭവങ്ങൾ എത്ര സങ്കീർണമായ സാഹചര്യങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. 4 മക്കൾ ദൈവം തന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായ നേരിട്ട വെല്ലുവിളികൾ ഒക്കെ കേൾക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് മൂന്നാമത്തെ മകൻ സമീപകാലത്ത് വാഹനാപകടത്തിൽ പെട്ട് ദീർഘനാളുകൾ വെന്റിലേറ്ററിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ചികിത്സയ്ക്ക് വിധേയനായി കടന്നുപോയ ആ സാഹചര്യങ്ങൾ ഇന്നെന്ന പോലെ ഓർക്കുന്നു. അതിൻ്റെ നടുവിലും ദൈവം ഒരു തിരിച്ചുവരവ് എന്ന നിലയിൽ ആ കുടുംബത്തെ ദൈവം ഇന്ന് നിർത്തിയിരിക്കുന്നത് ഓർത്താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ കുഞ്ഞ് ഭൂമിയിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും പ്രിയ പൈതല് അവന് ശരിക്കും അവൻ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവാവ് എന്ന നിലയിൽ അവന് നിത്യതയിൽ വിശ്രമിക്കുന്നു എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമുക്കുള്ളത്. എങ്കിലും ധൈര്യം കൈവിടാതെ വീണ്ടും കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ പ്രിയ കുടുംബത്തെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആ അനുഭവങ്ങൾ, ആ സാക്ഷ്യം തുടർമാനമായി കേൾക്കുവാൻ തക്കവണ്ണം, പറയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ജനാർദ്ദനൻ പാസ്റ്റർ, ലാജി സിസ്റ്റർ, 3 മക്കൾ, ആമേന്, അതുപോലെ മൂത്ത മക്കളുടെ കുടുംബം, പ്രിയപ്പെട്ടവര് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ, ദൈവം സംരക്ഷണ ചെയ്യട്ടെ, നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളും ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങളെ ബലമുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന് നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. ആകയാൽ ആ ദൈവകൃപയിൽ ആശ്രയിച്ചായിരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. മഹാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വിലയേറിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി ലാജി സിസ്റ്ററിനായി സ്തോത്രം, ദൈവദാസനായി സ്തോത്രം, മൂത്ത മകൻ കുടുംബത്തിനായി സ്തോത്രം, മകൾ കുടുംബത്തിനായി സ്തോത്രം, ഇളയ മകനായി സ്തോത്രം. ഈ വാത്സല്യ കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ കഷ്ടതകളുടെയും തകർച്ചയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട വന്ന ആ നാളുകൾ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. എന്നാൽ അതിൽ നിന്നൊക്കെ വിടുവിച്ച് ആമേന് ഇന്നയോളം ദൈവം നിർത്തിയ, ദൈവം കൊണ്ടുവന്ന ആ നല്ല വഴികൾക്കായി സ്തോത്രം. ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു എങ്കിലും കർത്താവെ, വിലയേറിയതിൻ്റെ ആമേൻ അനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ആമേൻ സ്തോത്രം, ഈ നഷ്ടങ്ങളൊക്കെ ആമേൻ അത് ശ്രേഷ്ഠമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ ഈ വാത്സല്യ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്തതായ ആമേൻ വിടുതലിനായി സ്തോത്രം, സ്തോത്രം. സഹോദരിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ആമേൻ. ഈ വാത്സല്യ കുടുംബത്തെ അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ശിഷ്യാലരോമാ ടിവിയിലെ ഓരോ ശ്രോതാക്കളെയും ഓരോ പ്രേക്ഷകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. വിവിധമായ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഞങ്ങളോടൊപ്പം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ കരങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണമേ, ദൈവം സഹായിക്കണമേ, ദൈവം സൂക്ഷിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവര്, കടബാധ്യതകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവര്, ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് കരയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. വിശിഷിയാല് ആമേനെ വിവിധ തലങ്ങളില് ആമേ ദുഃഖത്തില്, വേർപാടിന്റെ ദുഃഖത്തില്, കഷ്ടതയിലൊക്കെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവര് ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടല്ലോ. ദൈവം അവരെ സഹായിക്കണമേ. ആത്മഹത്യയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയൊക്കെ അടിമകളായി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ കടന്നു പോകുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ സമാധാനത്തിന്, സ്വസ്ഥതയ്ക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ സ്വർഗം കൃപ ചെയ്തതുപോലെ തുടർന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വിഷയങ്ങളെയും ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട്, കൃപ കൊണ്ട് മറച്ചാട്ട് വരുവരായി ഒരുക്ക വേണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ദയയോടെ ഉത്തരമുള്ള മാറാകണം സ്വർഗസ്ഥ പിതാവേ. ഇത്രത്തോളം സമയം നമ്മോടൊപ്പം സമയങ്ങളെ വേർതിരിച്ച കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലാജി ജനാർദ്ദനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യശ്രോതാക്കളുള്ളതായ നന്ദിയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com